കിങ്ഡം എന്ന് പറഞ്ഞ ഒരു മിനിസ്ട്രി കർത്താവ് കൊടുത്ത കാഴ്ചപ്പാട് അത് അനേകർക്ക് അനുഗ്രഹവും ആശ്വാസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്, നമുക്ക് വായിക്കാം. തുടക്കത്തിൽ തന്നെ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ഈ ഉപമ ഗ്രഹിക്കുന്നില്ലയോ? പിന്നെ മറ്റേ ഉപമകളൊക്കെയും എങ്ങനെ ഗ്രഹിക്കും? ഒന്നുകൂടെ വായിച്ച മോളെ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ഈ ഉപമ ഗ്രഹിക്കുന്നില്ലയോ? പിന്നെ മറ്റേ ഉപമകൾ ഒക്കെയും എങ്ങനെ ഗ്രഹിക്കും? മറ്റേ ഉപമകളൊക്കെയും എങ്ങനെ ഗ്രഹിക്കും? ഈ ഒരു വാക്യം കൊണ്ടൊന്ന് വായിക്കാമോ? 4-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള ഭാഗങ്ങളോടൊന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കാമോ? 4-ാം അധ്യായത്തിന്റെ വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തിടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേരില്ലായക കൊണ്ട് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനടിയിൽ വീണു. മുള്ളു മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അത് വിളഞ്ഞതുമില്ല. മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ച് വളർന്ന് ഫലം കൊടുത്തു. 30, 60, 100 മേനി വിളഞ്ഞു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നും അവൻ പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന ആമേൻ പ്രിയ മേഴ്സിയമ്മ, UPLGന്റെ പ്രസിഡന്റ് മേഴ്സിയമ്മയുണ്ട്. ആനിപ്പോൾ എല്ലാവരെയും കർത്താവാണെങ്കിൽ എല്ലാവരും ഞാൻ സ്നേഹിക്കുന്നവർ തന്നെയാണ്. സ്തോത്രം. എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. എങ്കിലും കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. കർത്താവ് ഉപമകളിലൂടെയായിരുന്നു തന്റെ ഹൃദയം തകർന്നത്. ഉപമകളിലൂടെ ദൈവരാജ്യത്തെ കുറിച്ചും ദൈവസഭയെ കുറിച്ചും ദൈവത്തിന്റെ അല്ലെങ്കിൽ കർത്താവിന്റെ മനസ്സിനെ കുറിച്ചും ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതിനെ കുറിച്ചും ഒക്കെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഉപമകളിലൂടെയും വ്യക്തമായി കർത്താവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഇവിടെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ഉപമ ഗ്രഹിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവ എങ്ങനെ ഗ്രഹിക്കും? എന്റെ ഹൃദയത്തിൽ അനേകം വചനഭാഗങ്ങളും ചിന്തകളും ഒക്കെ കടന്നുപോയി. ഞാൻ അല്പം മുൻപ് വന്നതേ ഉള്ളൂ. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നു. ഇപ്പൊ നാട്ടിൽ ഇപ്പം 10:15. ഞാൻ പെട്ടെന്ന് വരുമായിരുന്നു മീറ്റിങ്ങിന് കയറാൻ വേണ്ടി. തന്നെയല്ല, സ്തോത്രം, കർത്താവിന്റെ ദാസന് ഒത്തിരി പ്രാർത്ഥിച്ചും മീറ്റിങ്ങിന് വേണ്ടി ക്ഷണിച്ചും അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന തന്നെ ദാസൻ. അതുകൊണ്ട് സ്തോത്രം, ഒരു മീറ്റിംഗ് ലീഡ് ചെയ്യുന്നവർക്ക് അറിയാം അതിന്റെ വിഷമങ്ങൾ. അപ്പം ആരെ വിഷമിപ്പിക്കാൻ പെട്ടെന്ന് ഓടി വന്നു. പക്ഷെ ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ, ഞാൻ എപ്പോഴും വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഭാഗമാണ്, നിങ്ങൾ ഇത് ഗ്രഹിക്കുന്നില്ല എങ്കിൽ മറ്റു ഉപമകൾ എങ്ങനെ ഗ്രഹിക്കും? നമ്മളോട് ചോദ്യമാണ്. ആത്മീയ അടിസ്ഥാനപരമായി ഗ്രഹിക്കേണ്ടുന്ന കാതലായ ഈ ഒരു സംഭവമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഒരു വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. ചിലത് വഴിയരികെ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളുകളുടെ ഇടയിൽ വീണു, ചിലത് നല്ല സ്ഥലത്ത് വീണു. ആമേൻ. ചോദ്യം, വിതക്കാരന് മാറ്റമുണ്ടോ? ഇല്ല. വിത്തിന് മാറ്റമുണ്ടോ? ഇല്ല. വിതക്കാരന് മാറ്റമില്ല, വിത്തിന് മാറ്റമില്ല. പക്ഷെ സ്ഥലം മാറിക്കൊണ്ടിരിക്കും. സ്ഥലങ്ങൾ മാറിക്കൊണ്ടിരിക്കും. എന്തുമാത്രം എത്രമാത്രം ഫലം കായ്ക്കണമെന്ന് തീരുമാനിക്കുന്നത് വിതക്കാരനല്ല, വിത്തല്ല, പിന്നെ ആരാ? വീണ സ്ഥലമാണ് തീരുമാനിക്കുന്നത്. സ്തോത്രം. വീണ സ്ഥലം, നല്ല സ്ഥലമാണ് തീരുമാനിക്കുന്നത്. സൗണ്ട് പോരാ, കേൾക്കുന്നില്ല, കുറവാ. എനിക്ക് മാത്രമാണെന്ന് എനിക്ക് അറിയില്ല, മറ്റുള്ളവർക്ക് എങ്ങനെയാന്ന് അറിയില്ല. നിങ്ങക്ക് കേൾക്കാവോ? ഞാൻ എന്റെ ശബ്ദം മുഴുവനല്ല, ഓൾറെഡി എനിക്ക് ഭയങ്കര ശബ്ദം എല്ലാരും പറയുന്നത്. പിന്നെ ഓക്കെ വന്നോളും. കാരണം ഈ ശബ്ദം എടുത്തെടുത്ത് നമ്മൾ ഒച്ചിട്ട് അടഞ്ഞിരിക്കും. ഇച്ചിരി അങ്ങോട്ട് ചൂട് പിടിച്ചു വരുമ്പോ ശബ്ദം ഓട്ടോമാറ്റിക് വന്നോളും. ഓക്കെ,
പ്രാർത്ഥിക്കുക. ചിലത് വഴികരികെ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളുകളുടെ ഇടയിൽ വീണു, ചിലത് നല്ല സ്ഥലത്ത് വീണു. വഴിയരികെ വീണത് മാത്രം പറവ വന്ന് അങ്ങ് കൊത്തിക്കൊണ്ടുപോയി. സ്തോത്രം. പാറസ്ഥലത്ത് വീണതോ മുളച്ചു വന്നു, പക്ഷെ മണ്ണില്ലാത്തതുകൊണ്ട് ചൂട് തട്ടിയപ്പോ അത് വേഗത്തിൽ ഉണങ്ങിപ്പോയി. മുള്ളിനിടയിൽ വീണതോ മുളച്ചു വന്നു, മുള്ളുകൾ അതിനെ അങ്ങ് ഞെരുക്കി. അതുകൊണ്ട് എന്ത് ചെയ്ത് ഫലം പുറപ്പെടുവിച്ചില്ല. രാജ്യാന്റിയുടെ ചെവിയിൽ ഹെഡ്സെറ്റ് ഇരിപ്പുണ്ടോ? അതൊന്ന് മാറ്റി വെച്ചിട്ട് നോക്കിയേ. ഓക്കെ. അപ്പം സ്തോത്രം. ഈ നല്ല സ്ഥലത്ത് വീണത് 30, 60, 100 മേനിയായി വിളഞ്ഞു. സ്തോത്രം. അപ്പൊ വളർന്നു, അത് ഫലം കൊടുത്തു. ഇന്ന് എവിടെയാണ് മാറ്റം സംഭവിക്കേണ്ടത്? ഇന്ന് എവിടാ മാറ്റം സംഭവിക്കേണ്ടത്? വചനത്തിന്റെ മുൻപിൽ ഒന്നാം ദിവസം തന്നെ ഒന്ന് സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടു. കർത്താവേ, എവിടാ മാറ്റം സംഭവിക്കേണ്ടത്? എവിടാ മാറ്റം സംഭവിക്കേണ്ടത്? വിധക്കാരനാണോ? വിത്തിനാണോ? അല്ല, നിലത്തിനാ മാറ്റം സംഭവിക്കേണ്ടത്. സ്തോത്രം. എത്ര പേർ ഒന്ന് വാ തുറന്ന് പറ, കർത്താവേ എനിക്ക് ഹസ്തുരാധന. നമ്മളോട് പറ, നമ്മളോട് തന്നെ ചോദിക്കേ, ഇന്ന് എവിടാ മാറ്റം സംഭവിക്കേണ്ടത്? വിധക്കാരനല്ല, വിത്തിനല്ല, നിലത്തിനാ. എത്രമാത്രം ഫലം പുറപ്പെടുവിക്കാമെന്ന് തീരുമാനിക്കുന്ന നിലമ നമ്മുടെ ഹൃദയമാ, നമ്മളാ. ഇനി ഈ വചനം നമ്മളെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, അതിന്റെ ഫലം പുറപ്പെടുവിക്കാത്തതിന്റെ കാരണം പറവയല്ല, അതിന്റെ ഫലം പുറപ്പെടുവിക്കാത്തതിന്റെ കാരണം മുള്ളല്ല, അതിന്റെ ഫലം പുറപ്പെടുവിക്കാത്തതിന്റെ കാരണം സ്തോത്രം പാറയല്ല. ഓണാക്കാൻ പറ്റുന്നവരൊക്കെ അത് വീഡിയോ ഓണാക്കാൻ പറ്റുമോ? സാഹചര്യങ്ങൾ ഉള്ളവർ നിങ്ങളുടെ മുഖമൊക്കെ ഒന്ന് കണ്ട്, നിങ്ങളുടെ ചിരിച്ച സന്തോഷത്തിന്റെ മുഖം. അപ്പൊ നിങ്ങൾക്കും സന്തോഷം, എനിക്കും സന്തോഷം, അല്ലേ? എല്ലാവരും ചുണ്ടനക്കുന്ന എനിക്ക് കാണാൻ പറ്റും, സ്തോത്രം പറയുന്നത് കാണാൻ പറ്റും, ഉറങ്ങുന്നതും കാണാൻ പറ്റും. ഇവിടെ സമയം ഇപ്പൊ 10 കഴിഞ്ഞു, നിങ്ങൾക്ക് ഉറക്കവും വരുന്നു. പക്ഷെ സ്തോത്രം ചെയ്തുകൊണ്ടിരി, സ്തോത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരി. കർത്താവേ, എന്നോട് സംസാരിക്കണമേ, കർത്താവേ, ഞാനൊന്ന് ഒരുക്കപ്പെടണമേ, എന്നിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കണമേ. സ്തോത്രം. ഹാലേലൂയ. അത് പറഞ്ഞ് വാ കൊണ്ട് പറഞ്ഞ് അധരം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് സംസാരിക്കാൻ പോവുക. കർത്താവ് ചോദിച്ചു, നിങ്ങൾ ഇത് ഗ്രഹിക്കുന്നില്ല എങ്കിൽ മറ്റുപമങ്ങൾ എങ്ങനെ ഗ്രഹിക്കും? എന്നിട്ട് കർത്താവ് പറഞ്ഞു, വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചതോ വചനം. വിതച്ചത് എന്താ? വചനം. ചിലത് വഴിയരികിൽ വീണു, വേഗത്തിൽ വന്ന് പറവ കൊത്തിക്കൊണ്ടുപോയി. അടുത്ത വിശദീകരണം, സാത്താൻ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം കവർന്നു. ചോദ്യം ഇതാ, ദൈവം വിതയ്ക്കുന്ന വിത്തിനെ, ദൈവം വിതയ്ക്കുന്ന ദൂതിനെ സാത്താൻ കവരുമോ? പറ, സാത്താൻ കവരുമോ? ദൈവം വിതയ്ക്കുന്ന വിത്തിനെ, ദൈവം വിതയ്ക്കുന്ന ദൂതിനെ, ദൈവം പറയുന്ന വാക്തത്തെ സാത്താൻ കവർന്നുകൊണ്ടു പോകുമോ? സ്തോത്രം. ചൂടാരകന. ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കുന്ന ദൂതിനെ സാത്താൻ കവരുമോ? വിത്ത് വീണത് വഴിയരിയാണെങ്കിൽ അത് കവരപ്പെടും, അത് പറവ കൊത്തിക്കൊണ്ടുപോകും, സാത്താൻ അപകരിച്ചു കൊണ്ടുപോകും. എത്ര പേര് ഏറ്റെടുക്കുന്നു? എത്ര ദൂതുകൾ നമ്മെ സ്വാധീനിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ദൈവവചനത്തിന്റെ തീ എത്ര മാത്രം ഉണ്ടെന്ന്. എത്രമാത്രം ദൈവത്തിന്റെ ശക്തി. ചിലർക്ക് എത്ര പ്രതികൂലം വന്നാലും
അവർ ആ വചനത്തിലാ ഉറയ്ക്കുന്നത് അല്ലേ? അവർ വചനം വായിച്ചുറയ്ക്കും, അവർ വചനം പറഞ്ഞു പ്രാർത്ഥിക്കും, അവർ വചനം പറഞ്ഞുകൊണ്ട് നടക്കും. സ്തോത്രം. വചനത്തിന്റെ ആ സ്തോത്രം, കെടാതെ ഉള്ളിൽ കിടക്കുന്ന വചനം, ആ ദൈവത്തിന്റെ വചനം അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ ആത്മീയ ജീവിതത്തെ പോഷിപ്പിച്ച് സ്തോത്രം സന്തോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കാരണം നമുക്ക് പറയാനുണ്ട്. എന്താണെന്നറിയാമോ? ദൈവ ശബ്ദത്തിന്റെ ജ്വലനമാ. ചൂടാരകനാരകത്തുരാധന. ചിന്തു വിശ്വസിക്കുന്ന മക്കളെ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാവോ? പലപ്പോഴും ദൈവശബ്ദം കേട്ടു, ദൈവത്തിന്റെ ആലോചന കേട്ടു, പെട്ടെന്ന് ഹൃദയം വാടിപ്പോന്നു, പെട്ടെന്ന് ഹൃദയം തളർന്നു പോകുന്നു. ദൈവാത്മാ ശക്തമായി സംസാരിക്കുന്നു. നീ ആത്മാവിൽ ബലപ്പെട്ടു, കർത്താവിൽ ശക്തമായി ബലപ്പെട്. യേശുവിന്റെ നാമത്തിൽ. നോക്കിക്കേ, ആത്മനിയോഗത്തിൽ പുറപ്പെട്ട അഭിഷക്തനായ മോശയെ ഒരു കനൽ പോലെ കത്തിച്ചുകൊണ്ടിരുന്നത്. ഈ വചനം ഒന്ന് ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ ആത്മനിയോഗത്താൽ, ദൈവനിയോഗത്താൽ പുറപ്പെട്ട അഭിഷക്തനായ മോശയെ ഒരു കനൽ പോലെ കത്തിച്ചുകൊണ്ടിരുന്നത് പർവ്വതത്തിന്റെ മുകളിൽ അഗ്നിയുടെ നടുവിൽ ഇറങ്ങി വന്ന് മോശയുടെ പേര് ചൊല്ലി വിളിച്ച് പുറപ്പെടുവിച്ച യഹോവയുടെ ശബ്ദമല്ലേ? ശബ്ദമാണത്. ആ ഉറവൻ അഗ്നിയുടെ നടുവിൽ ഇറങ്ങി വന്നിട്ട് പേര് വിളിച്ചു, മോശേ മോശേ. ആ പേര് ചൊല്ലി വിളിച്ച ശബ്ദമാണ്. ആമേൻ. ആ ദൂതാണ് അധികാരികളുടെ വെല്ലുവിളികളുടെ നടുവില്, പ്രകൃതിയുടെ വെല്ലുവിളികളുടെ നടുവില്, ജനത്തിന്റെ മുറിവുറുപ്പിന്റെ നടുവില്, പ്രതികൂല നടുവില്, സൈന്യങ്ങൾ എതിരായി നിൽക്കുമ്പോൾ തന്നെ തന്നോട് മത്സരിച്ച ജനത്തിന് മുമ്പ് നിൽക്കുമ്പോൾ താൻ ഉറച്ചു നിന്നതിന്റെ രഹസ്യം മോശ പ്രാപിച്ച ദൈവ വചനത്തിന്റെ ശക്തിയാ. എത്ര പേർ അതരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് പറയും, ഞാൻ അന്ന് കേട്ട ദൈവവചനത്തിന്റെ ശക്തിയാ, ഞാൻ അന്ന് കേട്ട ദൈവദൂതിന്റെ ശക്തിയാ. ആമേൻ. ആ കരമടിക്കാൻ പറ്റുന്നവർ ആ കരമടിച്ചിട്ട് പറ, ഞാൻ കേട്ട ദൈവ ശബ്ദമാ ഇന്നും ആ അഭിജിത്തേ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനോട് ദൈവാത്മ പറയുന്നു, മക്കളെ, നീ ഇന്നും കത്തിക്കൊണ്ടിരിക്കുന്നത് നീ ക്ഷീണിച്ചു പോയി, നീ തളർന്നു പോയി. പക്ഷേ നീ കേട്ടൊരു ദൈവശബ്ദം ഉണ്ടല്ലോ. ആമേൻ. സ്വത്രം. റവനഘടക. ആ പർവ്വതത്തിന്റെ മുകളിൽ ആ അഗ്നിയുടെ നടുവിൽ നീ കേട്ടില്ലേ അഭിജിത്തേ എന്നൊരു ശബ്ദം നിന്നെ വിളിച്ചിറക്കിയതല്ലേ? നീ ദൈവശബ്ദം കേട്ടതല്ലേ? അതുകൊണ്ടല്ലേ മക്കളെ നീ പിടിച്ചു നിൽക്കുന്നേ? ശക്തമേറിയ ശുശ്രൂഷയല്ലേ? അഭിഷേകത്തിന്റെ ശുശ്രൂഷയല്ലേ? നീ കേട്ടതല്ലേ? നീ പ്രാപിച്ചതല്ലേ? ഹസ്തുരാധന, ചൂടാനകത്തുരാധന. ആ ശക്തി മക്കളെ നീ പ്രാപിച്ചെടുക്ക. വെല്ലുവിളികളുണ്ട്, എതിരായി നിൽക്കുന്നുണ്ട്, പുറൂറുപ്പുണ്ട്, കളിയാക്കലുണ്ട്, പരിഹാസങ്ങളുണ്ട്. അത് ഏൽക്കുമ്പോഴും ധൈര്യത്തോടെ വിളിച്ചു പറ, യേശുവിന്റെ നാമത്തിൽ എന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകം, ഞാൻ കേട്ട ദൈവ ശബ്ദം അത് കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കും. യെസ്. ഒരു അടിമയെ പുറപ്പെടുവിക്കുവാൻ ദൈവം ലക്ഷങ്ങളെ അല്ല കണ്ടത്, പിന്നെ ലക്ഷങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവം ഒരുവനെയാ നിയോഗിച്ചത്. സ്തോത്രം. പറയണം, കർത്താവേ, ആയിരങ്ങളെ ലക്ഷങ്ങളെ വിടിവിക്കാൻ എന്നെ കർത്താവ് കണ്ടിരിക്കുന്നേ, എന്നെയാ കർത്താവ് വിളിച്ചത്. കർത്താവിന്റെ ദാസനെ ആമേൻ ഞാൻ പാസ്റ്റർ എന്ന് വിളിച്ചപ്പോൾ ഞാൻ പാസ്റ്റർ അല്ല, പക്ഷെ കേട്ട ശബ്ദം എന്താ? കർത്താവിന്റെ വേലയ്ക്ക് ഞാൻ പാസ്റ്റർ എന്ന് വിളിച്ചു. പറഞ്ഞു ഞാൻ പാസ്റ്റർ അല്ലെന്ന് പറഞ്ഞു. പക്ഷെ ദൈവം ഏൽപ്പിച്ചൊരു ദൗത്യമില്ലേ? ദൈവം ഏൽപ്പിച്ചൊരു അഭിഷേകമില്ലേ? എപ്പോഴും കർത്താവ് പറയുന്നു, മക്കളെ, നീ എപ്പോഴും പുറകെ നിൽക്കാമെന്നല്ലേ ആഗ്രഹിച്ചേ? പുറകിൽ നിൽക്കാം, പ്രാർത്ഥിക്കാം, ജനത്തിനെ മുന്നോട്ട് നയിക്കാം. പക്ഷെ കർത്താവ് പറഞ്ഞ ലക്ഷങ്ങളെ പുറപ്പെടുവിക്കുവാൻ തന്റെ ദാസനെ കണ്ടിരിക്കുക. വമ്പൻ ബന്ധനത്തിൽ കുടുങ്ങിപ്പോയ ഒരു കൂട്ടം, തകർച്ചയിൽ ബന്ധിക്കപ്പെട്ട ഒരു കൂട്ടം ജനറേഷനെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുവാൻ
കർത്താവ് ഉപയോഗിക്കാൻ പോവാ. വിശ്വാസത്തോടെ പറ, കർത്താവ് ഉപയോഗിക്കാൻ പോവാ. ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന, ബന്ധനത്തിന്റെ കുടുക്കുകളിൽ അകപ്പെട്ടു പോയ ഒരു കൂട്ടം ജനറേഷനെ പുറപ്പെടുവിച്ചു കൊണ്ടുപോവാ. ആത്മാവിന്റെ ദൂതനെ ആഴത്തിൽ നിന്ന് സ്വീകരിക്കാമോ? ആത്മാവിന്റെ ദൂതനെ ആഴത്തിൽ സ്വീകരിക്കുന്ന ആമേ കർത്താവ് പറയുന്നു, ഉടവൻ അറിയണ നിന്നെ ആവശ്യമുണ്ടെന്ന്, നിന്നെ ആവശ്യമുണ്ട്. ഉടവൻ നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് നിരവധി പ്രശ്നങ്ങളാണോ? ആമേ നമ്മുടെ കുടുംബത്തിനകത്ത് ചില പ്രശ്നം, ആമേ പ്രതികൂലങ്ങളാണോ? ഐക്യം നഷ്ടപ്പെട്ടു പോയോ? ആമേ സമാധാനം തകർന്നു പോയോ? രിക്കവന ഘടക ദൈവം അതിന്റെ വിടുതലായി നമ്മുടെ മേൽ ആത്മാവിന്റെ പകർച്ച, നമ്മുടെ മേൽ ആത്മപകർച്ച വീഴുകയ. നിന്റെ മേൽ പറ, എന്റെ മേൽ ആത്മാവിന്റെ ശക്തി പകരുകയ. പട്ടണങ്ങളെ വെടിവെക്കുവാനുള്ള ആത്മാവിന്റെ അധികാരം കർത്താവ് തരിക. ഉടവലറിക്ക വിടികടക ദുരവനവശുരാധന റിക്കവാന ഹസ്തുരാധരാധന ഘടക ദുരവനവ. കർത്താവിന്റെ സന്നിധിയില് ആമേ സ്തോത്രം. ഈ വചനം ആത്മശക്തിയോടെ ഏറ്റെടുക്കുക. ഞാൻ ഒത്തിരി കർത്താവിനോട് ദിവസത്തിൽ പ്രാർത്ഥിച്ച കർത്താവ്, ഒന്നാമത്തെ രാത്രിയില്, ഒന്നാമത്തെ ദിവസം ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. അതാ പറയുന്നത്. ആമേൻ. ചില വിടുതലിന് വേണ്ടി, ചില പട്ടണങ്ങളുടെ, ചില ദേശങ്ങളുടെ, ചില കുടുംബത്തിന്റെ ഐക്യതയെക്കെടുത്തുന്ന, സഭയുടെ ഐക്യതയെക്കെടുത്തുന്ന, സമാധാനം കൂടെ നിൽക്കുന്നവർ വിരോധമായി മാറുന്ന ചില ദുഷ്ടശക്തികളെ തകർക്കുന്ന, അതിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ പകർച്ച നമ്മുടെ മേൽ വീഴുക, നമ്മുടെ മേൽ പകരുക. അത് എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കും? എത്ര പേര് ഏറ്റെടുക്കും? പട്ടണങ്ങളെ വിടുവിക്കുവാനുള്ള ആത്മാവിന്റെ അധികാരം ദൈവം നമ്മെ വിളിച്ചെന്നും ദൈവം നമ്മെ തിരഞ്ഞെടുത്തെന്നും ഉറപ്പുള്ളവരിൽ അവരുടെ മേൽ അഭിഷേകം വെളിപ്പെടുക. രാധാ ജോൺ എടുത്തോ. യേശുവിന്റെ നാമത്തിൽ ആ കൃപ ഏറ്റെടുക്കട്ടെ. ആ കൃപ ഉറപ്പുണ്ടെങ്കിൽ ഏറ്റെടുത്തോ. ദൈവം എന്നെ വിളിച്ചു, ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ആമേൻ. അഭിഷേകത്തിൽ നിർത്തി കർത്താവ് പറഞ്ഞു ശക്തമായി ഉടവന റിഗന ഘടകതുനവ. ആ കരങ്ങളെ അടിക്കാൻ പറ്റുന്നവരൊക്കെ ആമേ സുനിത ആമേ ഏറ്റെടുത്തോ മക്കളെ. ആമേ. മുന്നിൽ എത്ര പ്രതികൂലമായിക്കോട്ടെ, ചില കുടുംബങ്ങളില് ആമേ സ്തോത്രം പ്രാർത്ഥിക്കാൻ അധികാരമില്ല, പ്രാർത്ഥിക്കാൻ അനുവാദമില്ല, ഉപവസിക്കാൻ അനുവാദമില്ല, പ്രാർത്ഥനയ്ക്ക് പോകാൻ അനുവാദമില്ല. ഏതൊക്കെ മേഖലയിൽ പോയാലും പ്രശ്നമില്ല. പക്ഷെ നീ പ്രാർത്ഥിക്കരുത്, നീ ബൈബിൾ എടുക്കരുത്, നീ ബൈബിൾ വായിക്കരുത്. റിബന, ആ ഒരു പ്രതികൂലത്തിൽ നടുവിൽ നീ പോകുമ്പോൾ ദൈവാത്മ പറഞ്ഞു, ദൈവത്തിന്റെ പദ്ധതികൾ കൃത്യമായി നിറവേറ്റാൻ നിന്നെ ഒരു നടത്തിപ്പുകാരിയായി ആമേ കാണുകയെ. ഇതിനകത്ത് ചിലരെ കർത്താവ് കണ്ടോണ്ടിരിക്കുക. ആമേ സോ റബന മീന ജോയി മീന റിഖവന മീന ടോജി. ശക്തമായി ഏറ്റെടുത്തോ യേശുവിന്റെ നാമത്തിൽ. ഉടവന റികവരഘടകതന. ദൈവത്തിന്റെ പദ്ധതികൾ നിന്നിൽ നിറവേറുക, ദൈവത്തിന്റെ പദ്ധതികൾ നിന്നെ നിറവേറ്റുക. അതിന്റെ നടത്തിപ്പുകാരിയായി ചിലതിന്റെ മേല് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പ്രാപിച്ചെടുക്കട്ടെ. ആത്മാവിന്റെ അധികാരമായി, ആത്മാവിന്റെ ശക്തിയോടെ ആ കൃപ ഏറ്റെടുക്ക. ശക്തിയോടെ ആത്മാവിന്റെ അധികാരമായി ജനത്തെ ഉണർത്തിയെടുക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ചിലർനകത്തുണ്ട്. ഉണ്ടെന്നേ. ആത്മാവിന്റെ അധികാരമായി ജനത്തെ ഉണർത്തിയെടുക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ചിലർ ഇതിനകത്തുണ്ട്. അവരുടെ മേൽ ആ ദൈവകൃപ പകരുക, ദൈവിക അഭിഷേകം പകരുക. എത്ര പേരുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് സംസാരിക്കുന്നു, ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ പുറപ്പെടുവിക്കാൻ പോകുന്നു എന്നും, ദൈവം എന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു എന്നും എത്ര പേരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ജുഡബന ഋഗത്തുരാധന. ദൈവവചനത്തിന്റെ അല്ലെങ്കിൽ ദൈവജനത്തിന്റെ നടുവിൽ ദൈവവചനം യേശു കർത്താവിനെ വെളിപ്പെടുത്തുവാൻ കർത്താവ് കണ്ടത് നമ്മയാ. അതുകൊണ്ട് പറ, ഞാനൊരു വഴികരികല്ല. സ്തോത്രം. ഞാൻ വഴികരികെ വീണ അല്ല മക്കളെ. സ്തോത്രം. കർത്താവിനെ എനിക്ക് വെളിപ്പെടുത്തണം, കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കണം. ദൈവം അതിനായിട്ട് എന്നെ കണ്ടു. ദൈവം വിതച്ച വിതകളെ വേഗത്തിൽ കൊത്തി പറന്നുകൊണ്ട് പോകാൻ പറവകൾക്ക് അനുവാദം കൊടുക്കുന്ന ഒരു വഴികരികല്ല ഞാൻ. പറ, ഒരു വഴികരികല്ല ഞാൻ. ഉടവന റിഗന്തുരി അടന ധരാലകക്ഷസ്യ. ദൈവം വിതച്ച വിതകളെ വേഗത്തിൽ കൊത്തി പറന്നുകൊണ്ടു പോകാൻ പറവകൾക്ക് അനുവാദം കൊടുക്കുന്ന ഒരു വഴികരികല്ല ഞാൻ. സ്തോത്രം. പ്രാപിച്ച കൃപയെ കൊത്തിക്കൊണ്ടു പോവുക, പ്രാപിച്ച മിനിസ്ട്രിയെ തകർക്കാൻ നോക്കുക,
ആമെ കളിയാക്കലും പരിഹാസമായിട്ട് വരികയാ. ഇവനോ ഇവളോ? ആ പക്ഷെ കർത്താവ് പറഞ്ഞു, ആമെ നിന്നിൽ പകർന്നതിനെ ആർക്കും കൊത്തിക്കൊണ്ടു അനുവാദമില്ല. ശക്തമായി ഏറ്റെടുത്തോ. ഇനിയുണ്ട് വിശാലതയിലേക്ക് ഓടാൻ. ഇനി ശുശ്രൂഷ തലയങ്ങളിലേക്ക് ഓടട്ടെ, അഭിഷേകത്തിന്റെ തലത്തിലേക്ക് ഓടട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഇത്രയൊക്കെ പ്രായമായില്ലേ? അല്ലെങ്കിൽ ഇത്രയൊക്കെ ആമെ ഓടിയില്ലേ? ഇനി ഒതുങ്ങിയിരുന്നൂടായോ? നോ. ആമേ. ഓ കൊച്ചു ചെറുപ്പക്കാരനല്ലേ, ഇവനെ കൊണ്ട് എന്ത് നടക്കാനാ? നോ. യേശുവിന്റെ നാമത്തിൽ ഉടമന. ആമേ. എക്സ്പീരിയൻസ് വേണ്ട. ഞാൻ എന്റെ വിഷയത്തിൽ നിന്ന് അല്പം ഒന്ന് മാറുക. എന്റെ വിഷയത്തിൽ അല്പം ഒന്ന് മാറി ഒറ്റക്കാര്യം, ദൈവാത്മ ഇടപെടുന്ന ഒറ്റക്കാര്യം പറയാം. ശമൂവേൽ പ്രവാചകൻ തൈലക്കൊമ്പുമായി പോകുമ്പോഴുണ്ടല്ലോ, ദൈവം പറഞ്ഞത്, ശമൂവേലേ നിനക്ക് ഇഷ്ടമുള്ളവൻ ഒരുവനെ അങ്ങ് തെരഞ്ഞെടുക്കാനല്ല പറഞ്ഞേ. ശമൂവേലേ നീ പ്രവാചകനല്ലേ, നിനക്ക് ഇഷ്ടമുള്ളവനെ അഭിഷേകം ചെയ്ത് രാജാവാക്കി കൊണ്ടുവരാനല്ല ദൈവം പറഞ്ഞു വിട്ടത്. ഞാൻ ഒരുവനെ അവിടെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഒരുവനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അവന്റെ മേൽ അഭിഷേകം പകരണം. അതുകൊണ്ട് ശമൂവേൽ പ്രവാചകൻ എത്ര പോയി ഉന്നതന്മാരെ നിർത്തിയാലും, ഏലിയാവിനെ അബീനാദാബിനെ ആരൊക്കെ നിർത്തിയാലും ദൈവം പറയും ചലിക്കത്തില്ലെന്ന്. നിന്റെ തൈലക്കൊമ്പ് ചലിക്കത്തില്ല. അട്ടക ദുരികടകതന തൈലപാത്രം ചലിക്കണമെങ്കിൽ വരേണ്ടവൻ വരണം, കൃപയുള്ളവൻ വരണം, വചനത്തിന് ശക്തി പ്രാപിച്ചവൻ വരണം. അവൻ കാട്ടിലാണെങ്കിലും അവിടെ പ്രാപിച്ചത് സഹോദരന്മാർക്ക് അറിയത്തില്ല, രക്തബന്ധങ്ങൾക്ക് അറിയത്തില്ല. അകത്തളത്തിൽ പ്രാപിച്ചെടുത്തതിന് ഓ ഞാൻ ഒരുവനെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുക മക്കളെ. ഞാൻ കണ്ട് തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുക. അവൻ ആ കാട്ടിനകത്തിരുന്ന് പ്രാപിച്ചത് കരടിയെ കീറിയില്ലേ, സിംഹത്തെ കീറിയില്ലേ. ആമേ. രക്തബന്ധങ്ങൾ നിനക്ക് പറ്റുമോ? ഇല്ല. പക്ഷേ അഭിഷേകമുള്ളവന് എവിടെ ആയിരുന്നാലും ദൈവശക്തി പ്രാപിച്ചവൻ, ദൈവകൃപ ഏറ്റെടുത്തവൻ, പറവ കൊത്തിക്കൊണ്ടു പോകാതെ, ശത്രു അപകരിച്ചു കൊണ്ടുപോകാതെ, പിശാച് തകർത്ത് കളയാതെ ഉടവൻ അറിയുന്ന പ്രാപിക്കേണ്ടവൻ പ്രാപിക്കുമ്പോൾ അടുത്ത തലത്തിലേക്ക്, ഓ ശ്രീകമന, അടുത്ത ഇരിപ്പിടത്തിലേക്ക്, അടുത്ത പ്രമോഷനിലേക്ക്, അടുത്ത ശുശ്രൂഷ മേഖലയിലേക്ക്, അടുത്ത അത്ഭുതങ്ങളിലേക്ക് നിന്നെ നിന്റെ മിനിസ്ട്രിയെ എഴുന്നേൽപ്പിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തില് പൂർണ്ണമായിട്ട് കർത്താവ് വ്യക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. വ്യക്തമായി. ആമേ. സ്തോത്ര. ചിലരോടൊക്കെ ദൈവം ഇടപെടുന്നുണ്ട്. ആ ഹൃദയത്തിൽ തട്ടിട്ട് പറയുന്നത് എന്നോടാപ്പാ, എന്നോടാ. വിശ്വസ്തനായി ആടുകളെ മേയ്ക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും വിശ്വസ്തരായി നിൽക്കുമ്പോഴും ആമേൻ, ആ ആടിനെ ശത്രു അപകരിച്ചു കൊണ്ടുപോകാതെ അതിനെ കാത്തുകൊണ്ടിരുന്ന് അപകരിക്കാൻ വന്നതിനെ വലിച്ചു കീറിയ അഭിഷേകമുള്ളവൻ. ആമേൻ. പക്ഷേ ദാവീദേ, നീ ഇന്ന് ഇവിടെ നിൽക്കണ്ട. നീ ഇവിടെ ചെയ്യേണ്ടത് ചെയ്തല്ലോ, നീ അവിടെ ചെയ്യേണ്ടത് ചെയ്തല്ലോ. ഇന്ന് നിനക്ക് അടുത്ത പുറപ്പാടാ. ഇപ്പൊ ചെയ്യേണ്ടത് വേഗത്തിൽ ചെയ്തോ, ഇപ്പൊ ചെയ്യേണ്ടത് വേഗത്തിൽ ചെയ്തു തീർത്തോ. അടുത്തൊരു പുറപ്പാടിലേക്ക് നിനക്കൊരു യാത്രയുണ്ട്. അടുത്തൊരു പുറപ്പാട് നിനക്ക് വേണ്ടി ഒരുക്കാൻ പോവാ. ആമേ. വന്നു നിൽക്കുമ്പോ കളിയാക്കും, വന്നു നിൽക്കുമ്പോ പരിഹസിക്കും. പക്ഷേ ദാവീദേ, നിനക്ക് ശൗലിന്റെ പടച്ചട്ട വേണ്ട, ദാവീദ് നിനക്ക് ആയുധം വേണ്ട, നിനക്ക് ഒന്നും വേണ്ട. കർത്താവ് പറയുന്നു, നീ പ്രാപിച്ച അഭിഷേകം മതി. നിനക്ക് എക്സ്പീരിയൻസ് വേണ്ട, നിനക്ക് കഴിവ് വേണ്ട. മിനുസമുള്ള 5 കല്ല് നിന്റെ കയ്യിലുണ്ടോ? അത് മതിയല്ലേ. നിന്റെ മേൽ പകർന്ന കൃപയുണ്ടോ? അത് മതി. ആരുടെ ആയുധത്തിന് പോകരുത്, ആരുടെയും പടച്ചട്ടയ്ക്ക് പോകണ്ട. ദൈവം ഏൽപ്പിച്ച കൃപ ഏറ്റെടുത്തുകൊണ്ട് നീ എഴുന്നേൽക്കാൻ തയ്യാറാണ്. ദൈവാത്മാവ് എത്ര മല്ലന്മാരെയും വീഴ്ത്തുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി. യേശുവിന്റെ നാമത്തില് നോക്കിക്കേ. ദൈവം വിതച്ച വിതകളെ വേഗത്തിൽ കൊത്തിപ്പറന്നുകൊണ്ടു പോകാൻ പറവകൾക്ക് അനുവാദം കൊടുക്കുന്ന ഒരു വഴികരികല്ല നാം. കഴിഞ്ഞ കാലങ്ങളിൽ കൊണ്ടുപോയോ? കൊണ്ടുപോയി. കഴിഞ്ഞ കാലങ്ങളിൽ കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയി. അത് കഴിഞ്ഞു. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി തീരുമാനിക്ക്, ഞാൻ വഴികരികല്ലെന്ന്. ഇനി തീരുമാനിക്ക്. സ്തോത്രം, സ്തോത്രം.
ഇനി പറവ കൊത്തിക്കൊണ്ട് പോകത്തില്ല, ഇനി ശത്രു അപഹരിച്ചു കൊണ്ട് പോകത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ അപഹരിച്ചു കൊണ്ടുപോയത് പോയി. നന്മ കൊണ്ടുപോയോ? ആരോഗ്യം കൊണ്ടുപോയോ? വർഷങ്ങൾ നഷ്ടപ്പെട്ടോ? പക്ഷെ കർത്താവ് പറയുന്നു അത് പോട്ടെ, ഇനി കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല. അതല്ലേ ഗിദയോൻ? അല്ലേ? ഗിദയോൻ അതല്ലേ? ഇസ്രായേലിയർ വിതയ്ക്കും, അതിന്റെ നന്മ ആരാ കൊണ്ടുപോന്നേ? മിഥ്യാന്യര. നന്മ അപഹരിച്ചു കൊണ്ടുപോകുക. അവര് കഷ്ടപ്പെട്ട് വിതയ്ക്കുന്നത് ശത്രു അപഹരിച്ചു കൊണ്ടുപോകുന്നു. അപഹരിച്ചു കൊണ്ടുപോയപ്പോ ഗിദയോൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി കൊണ്ടുപോകത്തില്ല. മുന്തിരിച്ചക്കിനരികെ ഇരിക്കുന്ന ഒരു ഗിദയോനെ കണ്ടു. കഴിഞ്ഞ ചരിത്രങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു പുത്തൻ അഭിഷേകം. ദൈവം പറഞ്ഞു, പരാക്രമശാലിയെ, കഴിഞ്ഞ 6 വർഷമായി കൊണ്ടുപോയത് പോകട്ടെ, നന്മ അപഹരിച്ചു കൊണ്ടുപോയത് പോയട്ടെ. നോക്കിയേ, സ്തോത്രം. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ആന്റി എന്നെ ഒത്തിരി കരഞ്ഞ് നിലവിളിച്ച് എന്നോട് പറഞ്ഞു, പ്രീതി സിസ്റ്ററെ, ഞാന് 7 മാസം എനിക്ക് ശമ്പളം കിട്ടിയിട്ടില്ല, അവർക്ക് പൈസയൊക്കെ ഉണ്ട്, ഞാൻ ഒത്തിരി കഷ്ടപ്പെടുക, എന്റെ വീട് പട്ടിണിയാ, എനിക്കൊരു വേറൊരു ജോലി കിട്ടി എനിക്ക് പോകാനും പറ്റുന്നില്ല, സാധ്യതകളൊന്നുമില്ല, ഇപ്പൊ തരാം സ്നേഹത്തോടെ പറഞ്ഞ് ഇത്രയും നാളുകളായി, ഇനി എനിക്ക് പറ്റില്ല, എന്റെ കുടുംബം പട്ടിണി, എന്റെ കുഞ്ഞുങ്ങൾ പട്ടിണി, എനിക്ക് സാമ്പത്തികത്തിൽ ഞാൻ തകർന്നു, ഒരു മനുഷ്യരോട് ചോദിക്കാൻ പറ്റത്തില്ല, അനേകം നന്മ പലർക്കും കൊടുത്തു സഹായിച്ചു, അവരൊന്നും തിരിച്ചു കൊടുക്കത്തില്ല. കരഞ്ഞു നിലവിളിച്ചു ഒറ്റ പ്രാർത്ഥന, കർത്താവേ, അധ്വാനിക്കുന്ന ദൈവം പറഞ്ഞല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവൻ. ഞങ്ങൾ ഉരുവിട്ട വചനം ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് ഉരുവിട്ട വചനം ഇതാ, കർത്താവേ സ്തോത്രം. മിഥ്യാന്യ ശക്തികൾ നന്മ കൊണ്ടുപോയി. മിഥ്യാന്യർ ഇവര് കഷ്ടപ്പെട്ട് ഇവര് വിതച്ച് ആ വിധവിന്റെ വിളവെടുക്കുന്ന സമയമാകുമ്പോൾ സാത്താൻ കൊണ്ടുപോകുക. അതുപോലെ ദിവസങ്ങളോളം കഷ്ടപ്പെടുന്ന നന്മ അവർ അപഹരിച്ചു കൊണ്ടുപോകുക. ഉടവൻ അറിയന. പക്ഷെ അങ്ങനെയെങ്കിൽ ഇനി ശത്രു അപഹരിക്കരുത്, ഞങ്ങൾക്ക് കിട്ടേണ്ട നന്മ കിട്ടണം. റവന ഹസ്തുര. ദൈവ അധികാരത്തിന്റെ ശബ്ദം ഭയങ്കരമാ. നീ അധികാരത്തോടെ പറഞ്ഞു കൊടുക്ക്, ഞങ്ങൾ അധ്വാനിച്ച നന്മയാ, ഞങ്ങൾ കഷ്ടപ്പെട്ട നന്മയാ, ഇതൊരിക്കലും മറ്റുള്ളവർക്ക് അപഹരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടത് നീതിയോടെ ഞങ്ങൾക്കത് ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ ആ മനുഷ്യന് ഉറക്കം കൊടുത്തില്ല. സ്വത്രം. ഉറക്കം കൊടുക്ക തന്നെ അലട്ടുവാ. അടുത്ത കോള് തന്റെ മകൾക്ക് പെട്ടെന്ന് സീരിയസ് ആയി, പെട്ടെന്ന് രോഗിയായി, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ദൈവാത്മാവ് അദ്ദേഹത്തോട് ഇടപെട്ടു, കൊടുക്കേണ്ട പൈസ കൊടുക്കാൻ. ഇന്ന് രാത്രി പൂർണ്ണമായി വിശ്വസിക്കുന്നു. സ്തോത്രം. നീ കഷ്ടപ്പെടുന്ന, നീ പ്രാർത്ഥിച്ച്, നീ വില കൊടുത്ത്, നീ നേടിയെടുത്തതിനെ അപഹരിക്കാൻ അനുവദിക്കത്തില്ല. അവിടെ വെച്ച് ആ രാത്രിയിൽ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, നിന്റെ പൈസ ഫുൾ ഞാൻ തരാം. ഇല്ലാഞ്ഞിട്ടാണോ കൊടുക്കാഞ്ഞേ? അല്ല, പക്ഷെ കൊടുത്തില്ല. അനാഥരെയും വിധവമാരെയും പറ്റിക്കുന്നവരെ കർത്താവ് വിടത്തില്ല മക്കളെ. അങ്ങനെയെങ്കില് നമ്മൾ കഷ്ടപ്പെട്ടും പ്രാർത്ഥിച്ചും നേടിയതും പ്രാപിച്ചതും എന്തിയേ പ്രാർത്ഥിച്ചു കിട്ടിയത് എവിടെ? പ്രാപിച്ചത് എവിടെ? നഷ്ടപ്പെടുത്തിയോ? സാത്താൻ കൊത്തിക്കൊണ്ടുപോയോ? സാത്താൻ അപഹരിച്ചു കൊണ്ടുപോയോ? രോഗിയാ, ക്ഷീണമാ, തളർച്ചയാ, മടിയാ. അന്ന് ഉപവസിക്കും, ഇന്ന് പറ്റത്തില്ല. അന്ന് ഓടി പ്രവർത്തിക്കും, ഇന്ന് എനിക്ക് പറ്റത്തില്ല. അന്ന് പ്രാർത്ഥനയ്ക്ക് പോകും, ഇന്ന് എനിക്ക് വയ്യ. നോ, കർത്താവ് തന്ന ആരോഗ്യം, കർത്താവ് തന്ന ശക്തി, കർത്താവ് തന്ന ദൈവകൃപ, കർത്താവ് തന്ന അഭിഷേകം നഷ്ടമാക്കാതെ ഓടാൻ എത്രത്തോളം ഓടാൻ കഴിയുമോ അത്രത്തോളം നീ ഓടാൻ തയ്യാറാക്. ദൈവാത്മ വ്യക്തമായി ഏറ്റെടുക്കുന്ന എത്ര വേണം എനിക്കറിയത്തില്ല, പക്ഷെ കർത്താവ് പറയുന്നു ഏറ്റെടുക്കാൻ തയ്യാറാക്ക്. സുനി തോമസ്, മക്കളെ, നിന്നെ വേണം കർത്താവിന്. നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. അടരാ റികത്തുരാധന. നീ പറഞ്ഞ് എനിക്ക് പറ്റുന്നില്ല, എന്റെ സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമല്ല, നീ വേദനയിലൂടെ കടന്നു പോകുന്നു. ഉടമല റികനക. നിന്റെ മനസ്സിന് വല്ലാത്ത ഭാരമാ, നിനക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോകുക. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, നിന്റെ സമാധാനത്തെ കവരുന്ന ദുഷ്ട പിശാചിന്റെ ശക്തിയെ യേശുവിനെ
കഴിഞ്ഞ കാല ചരിത്രങ്ങളെ മാറ്റിക്കളഞ്ഞൊരു പുത്തൻ ആരംഭം ഇവിടെ കുറിക്കാൻ പോവാം. തന്റെ ജനത്തിൽ വെളിപ്പെടട്ടെ. ആമേ സ്തോത്രം. വെളിപ്പെടട്ടെ. കൊണ്ടുപോയത് പോയി. ആമേ ഇനി എന്റെ നന്മ കൊണ്ടുപോകത്തില്ല. ആമേൻ സ്തോത്രം. പറയാൻ പറ്റുമോ? ഇനി കൊണ്ടുപോകത്തില്ല. കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞ് മാറി നിന്നവനാ ഗിദെയോൻ. കർത്താവ് പറഞ്ഞു, പരാക്രമശാലിയെ, ഇനി നിന്റെ നന്മ കൊണ്ടുപോകത്തില്ല. നാം സ്വയം ഒതുങ്ങി പോകരുത്. നാം ദൂതുകളെ സ്വീകരിക്കാതെ പോകരുത്. പറവയ്ക്ക് വേഗത്തിൽ കുത്തിക്കൊണ്ടു പോകാൻ അനുവാദം കൊടുക്കരുത്. ഒരു വഴികരികായി മാറരുത്. ആത്മീയ ജീവിതത്തിന്റെ അലസതകളുള്ള ഒരു വഴികരികായി നാം മാറരുത്. ദർശനമുള്ളവർ അവഗണിക്കപ്പെടും. ദർശനമുള്ളവർ ഒറ്റപ്പെടും. ശരിയാ. ആത്മാവിന്റെ ദൂത് പ്രാപിച്ച് ഹൃദയത്തിൽ പ്രകാശിച്ച നാം തിരസ്കരിക്കപ്പെടും. ശരിയാ. അതൊരു നിശ്ചിത കാലഘട്ടം മാത്രമേ ഉള്ളൂ. ഒരു നിശ്ചിത സമയം മാത്രമേ ഉള്ളൂ. ദർശനം കണ്ട, സ്വപ്നം കണ്ട് ഇറങ്ങിത്തിരിച്ച കാലങ്ങളോളം സ്വന്തം ജനത്തിന്റെ നടുവിലും ഒരു ആക്ഷേപപാത്രമായി നിന്നു. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ഇറങ്ങിത്തിരിച്ച് സ്വന്തം ജനത്തിന്റെ നടുവില് ഒരു ആക്ഷേപപാത്രമായി നിന്നത് മാത്രമല്ല വേദപുസ്തക ചരിത്രം. സ്വത്രം. ഓ റബ ശബ്ദുരാധന. മറ്റുള്ളവരുടെ മുന്നില് ഒറ്റപ്പെട്ടവനായി തകർന്നു പൊട്ടക്കിണറ്റിലും മറ്റു കാരാഗ്രഹത്തിലും കിടക്കുന്നത് മാത്രമല്ല വേദപുസ്തക ചരിത്രം. സ്വപ്നക്കാരനെ, ദർശനമുള്ള യോസപ്പേ, ഒരു കാലഘട്ടത്തേക്ക് നീ അവഗണിച്ചെന്ന് വരാം. നിന്നെ അവഗണിച്ചെന്ന് വരാം. അതൊരു കാലഘട്ടത്ത് മാത്രമേ അവഗണിക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് അവഗണിച്ചവരുടെ മുമ്പിൽ അധികാരമുള്ളവനായി യോസഫിനെ തിരിച്ചു കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങളിന്ന് സ്വത്രം മീറ്റിങ്ങിന് പോയി. മീറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു മോന്, ഞങ്ങളുടെ ചർച്ചിൽ വരുന്നൊരു മോനിന്ന് നാളെ ഇവിടെ സിംഗപ്പൂരിന് പോവുക. സ്തോത്രം. ഞാൻ പേരൊന്നും പറയുന്നില്ല. പക്ഷെ നമുക്ക് ഇത് ലൈവ് ഒന്നും അല്ലല്ലോ. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാളെ ഞങ്ങൾക്ക് മന്ത്ലി മീറ്റിംഗ് ഉണ്ട്. എല്ലാ മാസത്തിന്റെ ആദ്യത്തെ വ്യാഴാഴ്ച മന്ത്ലി മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് നാളെ പോകാൻ പറ്റാത്തത് കൊണ്ട് കുഴപ്പമില്ല. അപ്പം മന്ത്ലി മീറ്റിങ്ങിന് ഉള്ളത് കൊണ്ട് ഞങ്ങൾ ആ വീട്ടിൽ പോയി. ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു. മോനെ പ്രാർത്ഥിച്ചു വിടാൻ ചെന്നതാ. പക്ഷേ അവൻ ആ അമ്മയുടെ കരച്ചില്, വലിയ പ്രായമില്ല കേട്ടോ, എന്നെക്കാളും ഇളയതാ, എന്നെക്കാൾ ഒത്തിരി ഇളയതാ. ആ അമ്മ കരഞ്ഞത് അറിയണോ? എല്ലാവരും, ആ പാസ്റ്ററായിരുന്നു. പാസ്റ്റർ പെട്ടെന്നൊരു ആക്സിഡന്റിലാ പാസ്റ്റർ മരിച്ചു. മൂത്തതൊരു മോൻ, ഇളയതൊരു മോള്. ഇവർ രണ്ട് ഭാര്യയും ഭർത്താവും കൂടെ പോകുമ്പോഴേ ആക്സിഡന്റ് പറ്റിയത്. ഈ ആമേൻ സിസ്റ്റർ വീണ് കാലെല്ലാം ഒടിഞ്ഞു. ആമേൻ ഇപ്പം കമ്പിയിട്ടിരിക്കുക. 3 കഷ്ണമായിട്ടും കാൽ ഒടിഞ്ഞു പോയി. പാസ്റ്റർ മരിച്ചു. പുള്ളിക്കാരി ആമേൻ ബെഡിൽ കിടക്കുക. തന്റെ ഇനി ഡോക്ടർ പറഞ്ഞ് നടക്കത്തേ ഇല്ലെന്ന്. ദിവസങ്ങളോളം നാളുകളോളം കിടന്നു. അപ്പോൾ ഈ ഡ്രസ്സ് എല്ലാം എടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്തു. കാരണം ഇനി നടക്കത്തില്ലല്ലോ. എന്നാൽ ഹസ്ബൻഡ് മരിച്ചു. എന്താ പറയുന്നത്, ഇവർ കിടപ്പിലായി. ഒരു മോനുണ്ട്, ഒരു മോളുണ്ട്. എല്ലാവരും ഒറ്റപ്പെടുത്തി. എന്താ, ഭാരം വഹിക്കാൻ വയ്യ. ആർക്കും ഭാരം ഏറ്റെടുക്കാൻ വയ്യ. സ്വന്തമെന്ന് പറഞ്ഞവർ പ്രാർത്ഥിക്കുന്നവരും ദൈവത്തിന്റെ കുഞ്ഞുങ്ങളുടെ പാസമണ്ടല്ലോ. ചെറുപ്രായം തൊട്ട് ആ ലൈനകത്ത് പാസേജ് വേണം. പാസന്മാർ വന്ന് ദൂത് കേട്ടല്ലേ കുഞ്ഞുങ്ങൾ ചോദിച്ചു. നമ്മുടെ പപ്പ പാസ്സായിരുന്നു. പാഴ്സനേജ് വളർന്നു വന്നവരെല്ലാം ദൂത് പറഞ്ഞു. തീർന്നോ? കഴിഞ്ഞോ?
പക്ഷേ എന്നാ കേൾക്കണമോ, അവൻ ദൈവത്തിന് ഒത്തിരി കൊണ്ട് പറയാൻ. പക്ഷെ ഒരു കാര്യം, എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ പുള്ളിക്കാരി അവര് ചിന്തിച്ചു നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിലോട്ട് പോകാം. ഇവിടെ പ്രവർത്തനത്തിരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് പാസ്റ്റ് മരിച്ചത്. സ്വന്തം നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. നാട്ടിൽ പോകാനിരിക്കുമ്പോൾ മോൻ പറഞ്ഞു, ഇല്ലമ്മ, നമുക്കിവിടെ ജയിക്കണം, നമുക്കിവിടെ നിന്ന് അവൻ ജയിക്കണം. അപമാനിക്കപ്പെട്ട് ഒന്നുമില്ലാതെ ഇവിടെ നിന്ന് പോയാൽ നമ്മൾ പരാജയപ്പെടും. എല്ലാവരും പറയും പരാജയപ്പെട്ടു പോയെന്ന് പറയും, പക്ഷെ പോകരുത്. ആ കുഞ്ഞുങ്ങളുടെ വിശ്വാസം കണ്ടോണോ, അവിടെ നിന്നു, അവർ പ്രാർത്ഥിച്ചു. കേൾക്കണമോ, ഒത്തിരി ഉണ്ട്. മൂത്ത മോന് നാളെ അവൻ സിംഗപ്പൂരിൽ പോയി, അവന് ജോലി കിട്ടി, അവൻ നാളെ പോവുക. അവൻ ലീവിന് 10 ദിവസത്തേക്ക് വന്നു, നാളെ പോവുക. മോള് ഒത്തിരി നേഴ്സിങ്ങിന് പോയി, പറ്റിയില്ല. പല തലത്തിൽ പഠിക്കാനായിട്ട് +2 കഴിഞ്ഞ് പല മേഖലയിൽ നോക്കി, സാമ്പത്തികമില്ല. പക്ഷെ ദൂതൻ ഇറങ്ങുമോ നമുക്ക് വേണ്ടി? ദൂതൻ നമുക്ക് വേണ്ടി ഇറങ്ങുമോ? ചിലർ ചോദിക്കും, ദൈവം നൂലെ കെട്ടിത്തരുമോ? തരും. ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ചില അങ്ങോട്ട് സഹായിക്കേണ്ടവര്, നമ്മൾ അങ്ങോട്ടാ പൈസ കൊടുത്ത് പോകേണ്ടത്, അവരിങ്ങോട്ട് പൈസ കൊടുത്ത് റഷ്യയിൽ മെഡിസിന് വേണ്ടി അവർ വിട്ടു. കേൾക്കാമോ? വിശ്വാസം ഉണ്ടോ? ഇന്ന് കുഞ്ഞ് 2ാം വർഷം റഷ്യയിൽ പഠിക്കുക, MBBS മെഡിസിൻ പഠിക്കുക, 2ാം വർഷം. സ്തോത്രം. മോൻ ന്യൂസിലാൻഡിൽ പോയി, മോള് റഷ്യക്ക് പോയി. ആ അമ്മ ബെഡിൽ നിന്ന് എഴുന്നേറ്റു, കമ്പി ഇട്ടു. ഇന്ന് ഞങ്ങളുടെ ചർച്ച വരുന്നുണ്ട് കേട്ടോ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാ. അപ്പൊ പറഞ്ഞു, എല്ലാരും പറഞ്ഞു തീർന്നെന്ന്. ഇതൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞു വിടുന്നതല്ലെന്നേ, ഇതൊരു ഭംഗി വാക്ക് പറഞ്ഞു വിടുന്നതല്ലെന്നേ. അനുഭവിച്ച വ്യക്തികൾക്ക് അത് പറയാൻ പറ്റത്തുള്ളൂ. കടന്നുപോയ സാഹചര്യങ്ങള് തീച്ചൂളയിലൂടെ പോകാത്തവർക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് അനുഭവിച്ചവർ പറഞ്ഞ തീച്ചൂളയിലൂടെ കടന്നുപോയി, പക്ഷെ ഞാൻ വ്യക്തമായില്ല. കരയുന്ന അമ്മേ, പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാരെ, നിലവിളിക്കുന്ന ദൈവദാസന്മാരെ, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവദാസിമാരെ, സ്തോത്രം. ഉടവന ചുടാരകക്ഷസ്യ. അവഗണിക്കപ്പെടുവാൻ ദർശനമുള്ളവൻ തകർക്കപ്പെടുന്നത് മാത്രമല്ല വേദപുസ്തക ചരിത്രം. അത് കഴിഞ്ഞ് അവരുടെ നടുവിൽ അധികാരമുള്ളവനായി കൊണ്ടുവരുന്നൊരു സമയമുണ്ട്. നമ്മെ അവഗണിച്ച മുമ്പിൽ നമ്മുടെ മുൻപിൽ വണങ്ങുന്ന 2ാമത്തെ ഒരു ചരിത്രമുണ്ടെന്ന് ദൈവാത്മ പറയുന്നു. ആ 2ാമത്തെ ചരിത്രം നമ്മുടെ മേൽ പകരുവാൻ കർത്താവ് നമ്മെ തൊടാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ പൊട്ടക്കണ്ടി കിടന്നുകൊണ്ട് യോസഫ് വിളിച്ചു കാണും, അച്ഛന്മാരെ എന്നെ ഒന്ന് രക്ഷിക്കണേ, എന്നെ ഒന്ന് രക്ഷിക്കണേ, ഇവിടെ നിന്ന് എന്നെ ഒന്ന് കയറ്റണമേ, എന്നെ രക്ഷിക്കണമേ. ഒറ്റ വിളി പോലെ രക്തബന്ധം കേട്ടില്ല. ദൈവം പറയും, യോസഫ് എടാ മോനെ, നിന്റെ അച്ഛന്മാരെ നീ വിളിച്ചതൊന്നും കേട്ടില്ല മക്കളെ, പക്ഷെ നാളുകളിലുണ്ടല്ലോ ഞാൻ അവരുടെ ക്ഷാമം വരുത്തും. ഞാൻ അവരുടെ ക്ഷാമം വരുത്തിയിട്ട് നീ വിളിച്ച വിളി ഞാൻ കേട്ടിരിക്കുക. നീ കരഞ്ഞ കരച്ചിൽ, നീ വിളിച്ച ശബ്ദം ഞാൻ കേട്ടു. നാളുകളിൽ അവരുടെ ഇടയിൽ ഞാൻ ക്ഷാമം വരുത്തി നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നമസ്കരിക്കുന്ന ഒരു ചരിത്രമുണ്ട്, ഒരു കാലഘട്ടമുണ്ട്. ദൈവാത്മ പറയുന്നു, എന്നും പൊട്ടക്കിണറ്റി കിടക്കുന്ന ഒരു ചരിത്രം അല്ലെന്നേ. പക്ഷേ നിന്റെ മുൻപ് കൊണ്ടുവന്ന് നമസ്കരിക്കുന്ന അടുത്ത 2ാമത്തെ ഒരു ചരിത്രമുണ്ട്. ഉടമല അത് എത്ര പേര് ഏറ്റെടുക്കുന്നു? ചിലരുടെ 2ാം ഘട്ടം തുറക്കുകയാ. പടക്കളത്തിൽ വന്ന ദാവീദിനോട് സഹോദരങ്ങൾ ചോദിക്കുന്ന ചോദ്യം, നീ എന്തിനാ ഇവിടെ വന്നത്? നിനക്ക് ഇവിടെ എന്ത് യോഗ്യത എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോഴോ ആ അവഗണന അധികാരത്തിൽ കൊണ്ടുവന്നോ? അവഗണനയുടെ കാലഘട്ടം ഉണ്ടെങ്കിൽ ഒരു പരിഗണനയുടെ കാലഘട്ടം ഉണ്ടെന്ന് ദൈവാത്മാവ് വിളിച്ചു പറയുക, അഭിഷേകത്തോടെ വിളിച്ചു പറയുക. അവഗണനയുടെ കാലഘട്ടം ഉണ്ടോ? ഒറ്റപ്പെടുത്തലിന്റെ കാലഘട്ടം ഉണ്ടോ? പരിഹാസത്തിന്റെ കാലഘട്ടം ഉണ്ടോ? എന്നാൽ മാനിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. സ്വർഗീയ സന്ദേശങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്ന, അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കേണ്ടുന്ന ഒരു നിലമാണ് നമ്മൾ. അല്ലാതെ വിതച്ചു തീരുന്നതിന് മുൻപേ പറവ കൊത്തിക്കൊണ്ട് പോകരുതേ. വിതച്ചു തീരുന്നതിന് പറവ കൊണ്ടുപോകരുത്. ദൈവത്തിന്റെ ദൂതുകൾക്ക് ഫലം പുറപ്പെടുവിക്കാത്ത
വഴികരികാണോ നമ്മൾ? അല്ല. ദൈവത്തിന്റെ ദൂതുകൾക്ക് ഫലം പുറപ്പെടുവിക്കാത്ത വഴികരികല്ല നമ്മൾ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവ് ആ ഒരു നിയോഗം തരിക. ഉടമനറികന നാം പൊട്ടക്കിണറിലൂടെയും കാരാഗ്രഹത്തിലൂടെ എല്ലാം കടന്നു പോയത് ഇവിടെങ്ങും തിരശ്ശീല വീഴ്ത്താനല്ല, തിരശ്ശീല വീഴ്ത്താനല്ല. നാം കഷ്ടതയിലൂടെ കടന്നു പോയത് നമ്മെ കുറിച്ച് ദൈവം കണ്ട സ്വപ്നമാണ്. ലെബാസ്, നമ്മളെ കുറിച്ച് കർത്താവ് കണ്ട സ്വപ്നമാണ്. നമ്മിൽ തന്ന സ്വപ്നം, നമ്മുടെ ഹൃദയത്തിൽ വീണ സ്വപ്നം എന്ന വിത്ത്, നമ്മൾ കണ്ട സ്വപ്നത്തിന്റെ അധികാരത്തിലേക്കാണ് നമ്മ ദൈവം കൊണ്ടുപോകുന്നത്. അവഗണനകൾ ആരാ കേൾക്കാത്തെ? കേട്ടു. ക്രിസ്തുവിന്റെ ഭക്തന്മാരെല്ലാം കേട്ടില്ലേ? കേട്ടു. പക്ഷെ അവിടെ എല്ലാം കേട്ടെങ്കിലും പിന്നത്തേതിൽ അതിന്റെ നിന്നെ ന്യായകർത്താവായി ഞങ്ങളുടെ ഇടയിൽ നിയമിച്ചത് ആര്? നിന്നെ ആരാ നിയമിച്ചേ? പക്ഷെ പിന്നെ ആമേൻ, പിന്നെ ആരാ നിയമിച്ചെന്ന് ചോദിച്ചപ്പോൾ യഹോവ അയച്ചിട്ടു ഞാൻ വന്നു എന്ന് പറയാൻ ഒരു രണ്ടാം കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ഒരു രണ്ടാമത്തെ ഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ചോദിച്ചു ആരാ നിയമിച്ചെന്ന്. രണ്ടാമത് ചോദിച്ചപ്പോൾ ദൈവം അയച്ചിട്ടാ ഞാൻ വന്നെന്ന് പറയാൻ. അതാണ് പറയുന്ന അവഗണനയുടെ ഒന്നാം ഘട്ടം ഉണ്ടെങ്കിൽ നീതിയുടെ ദൈവത്തിന്റെ പ്രവൃത്തി രണ്ടാം ഘട്ടം ഉണ്ടെന്ന് അത് നമ്മൾ സ്വീകരിച്ചേറ്റെടുക്കും. ഏറ്റെടുക്കുക ഷീജ ഏറ്റെടുക്കുക. കർത്താവ് വ്യക്തമായി പറയുന്നു, അവഗണിച്ചു, കളിയാക്കി, സ്തോത്രം, പ്രാർത്ഥനയെ കുറ്റം പറഞ്ഞു, നിനക്ക് ആരാധിക്കാൻ പറ്റത്തില്ല, നിന്നെ ഒതുക്കാൻ നോക്കി. പക്ഷെ കർത്താവ് പറഞ്ഞു, മാനിക്കുന്ന ഒരു ഘട്ടം ഇടാൻ പോവുക. മാനിക്കുന്നത് ദീപാല ശംദുരാധന അടനറിയണ മക്കളെ നീ ഏറ്റെടുത്തിട്ട് പറ, സാധാരണ ഒരു വ്യക്തി അല്ല ഞാൻ. അസാധാരണമായ ഒരു വ്യക്തിയാണ് ഞാൻ. കർത്താവ് എന്നെ വിളിച്ചിട്ട് ഇറങ്ങിയേ. കുടുംബക്കാരുടെ നടുവിൽ എന്നോട് കർത്താവ് ശബ്ദം കേൾപ്പിച്ചേ. എന്നെ കർത്താവ് ശബ്ദം കേൾപ്പിച്ചേ. എല്ലാവരും കേട്ടില്ല മോളെ, ഇത് എല്ലാവരും കേട്ടില്ല, നീയാ കേട്ടത്. ഒരുപക്ഷെ നമ്മൾ തമ്മിൽ അറിയത്തില്ല, പക്ഷെ നമ്മളെ അറിയുന്ന ഒരു ദൈവാത്മ വ്യക്തമായി പറയുന്നു, ഷീജ സിബി, കർത്താവ് നിന്നെ കണ്ടിരിക്കുക. കർത്താവ് മക്കളെ നീ പൊട്ടിക്കരയാമോ എന്ന്? നിന്റെ ഹൃദയത്തിന്റെ വേദന ഒന്ന് മാറട്ടെ. നീ ഹൃദയം പൊട്ടിയാ ഇവിടെ ഇരിക്കുന്നേ, നീ ഒത്തിരി തകർന്നാ ഇരിക്കുന്നേ, നിനക്ക് മനുഷ്യനോട് തുറന്നു പറയാൻ പറ്റത്തില്ല, അതുപോലെ തകർക്കപ്പെട്ടു. ഭയങ്കര ചിരിയല്ലേ എല്ലാവരുടെ മുന്നിൽ, ഭയങ്കര സന്തോഷമല്ലേ എല്ലാവരുടെ മുന്നിൽ, നിന്റെ കരച്ചിൽ നിന്റെ റൂമിനകത്തല്ലേ. പക്ഷെ കർത്താവ് പറയുന്നു, ഒന്ന് പൊട്ടിക്കര, ദൈവസന്ധി കരഞ്ഞു തുടങ്ങിക്കോ. കർത്താവ് ചിലരോടൊക്കെ പറയുന്നു, ആ ഹൃദയം പകർന്നു തുടങ്ങിക്കോ. ഞാൻ സാത്താൻ അപകരിച്ചു കൊണ്ട് പോകുന്ന ഒരു വഴികരികായി മാറാതെ നമ്മുടെ സ്വപ്നം നമ്മളല്ല തയ്യാറാക്കിയത്, നമ്മുടെ സ്വപ്നം എന്റെ ദൈവം തയ്യാറാക്കിയത്. അതിനെ അപകരിച്ചു കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഈ മിനിസ്ട്രിയെ പാസ്റ്റർ അല്ലതാണ് തിരഞ്ഞെടുത്തത്, ദൈവം തന്നത്. ഇതിനെ അപകരിക്കുവാൻ ഒരു പിശാചിനും പറ്റത്തില്ലെന്നേ. സ്വർഗം തന്നത് നമ്മൾ ഡിസൈൻ ചെയ്ത സ്വപ്നമാണെങ്കിൽ നടക്കാതെ പോയേക്കാം. പക്ഷെ ദൈവം ഡിസൈൻ ചെയ്ത സ്വപ്നമാണെങ്കിലോ അതിനെ തകർക്കാൻ പറ്റത്തില്ല. ആ സ്വപ്നം നടന്നിരിക്കും. അതുകൊണ്ട് എത്ര പേരുടെ ഹൃദയം പറയുന്നു, ഞാൻ വഴികരികല്ല എന്ന്? സ്തോത്രം. വിതക്കാരന്റെ കയ്യിൽ നിന്ന് തെറിച്ചു വീണ വഴികരികല്ല ഞാൻ. വിതക്കാരനെ തെറിച്ചു വീണതല്ലേ വഴികരിക വീഴുന്നേ അല്ലേ? അതെ, തെറിച്ചു വീണ വഴികരികല്ല ഞാൻ. അല്ല. സ്തോത്രം പറയണം, അല്ല കർത്താവ്, ഞാൻ ഞാൻ നല്ല നിലത്ത് വീണതാ. യെസ്, സ്തോത്രം. ചിലത് പാറസ്ഥലത്ത് വീണെന്ന് പറയുന്നുണ്ട്. ഞാൻ നിർത്താം വേഗത്തിൽ. ചിലത് പാറസ്ഥലത്ത് വീണു, പക്ഷെ മണ്ണിന് താഴ്ചയില്ലാകിയാൽ അത് ചൂട് തട്ടി. പക്ഷെ അത് മുളച്ചു വന്നു കേട്ടോ, മുളച്ചു വന്നു. മണ്ണിന് താഴ്ചയില്ലാകിയാൽ അത് വേഗത്തിൽ ഉണങ്ങിപ്പോയി. ചിലർ സന്തോഷത്തോടെ വചനം സ്വീകരിക്കും അല്ലേ, പെട്ടെന്ന് കൈയടിക്കും, ഭയങ്കരമായിട്ട് സ്തോത്രം പറയും, ഭയങ്കരമായിട്ട് ആരാധിച്ച് പെട്ടെന്ന് വചനം സ്വീകരിക്കും. എന്നാൽ ആ സ്തോത്രം എന്തെങ്കിലും ഉപദ്രവമോ കഷ്ടതയോ വേദനയോ ഒക്കെ വരുമ്പോൾ അവർ ക്ഷണികന്മാരാകിയാൽ ഇവിടെയാണ് നമ്മുടെ അകത്ത സ്വപ്നം എത്രമാത്രം ആഴത്തിൽ പതിഞ്ഞു എന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് അല്ലേ.
അതെ, അതാണ്. കുറ്റവാളിയായി കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും ആമേ സ്തോത്രം, തന്റെ ഉള്ളം നമ്മോട് പറയും, അല്ലെ? പറയത്തില്ലേ? ദൈവമേ, ഇപ്പൊ യോസഫ് തന്നെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും യോസഫ് പറയും, ദൈവമേ, പൊത്തിഫോറിന്റെ വീടിനകത്ത് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴും കർത്താവിനോട് ഞാൻ പാപം ചെയ്യാനോ പൊത്തിഫോറിനോട് ഞാൻ അവിശ്വസത കാണിക്കാനോ മനസ്സില്ലാതെ ഞാൻ കാത്തിരുന്നത്, അല്ലേ? ചിന്തിച്ചു നോക്കി. പൊത്തിഫോറിനോട് അവിശ്വസത കാണിച്ചില്ല, സ്തോത്രം. കർത്താവിനോട് ഞാൻ പാപം ചെയ്തില്ല, ദൈവസന്നിധി ഞാൻ പാപം ചെയ്തില്ല, പൊത്തിഫോറിനോട് ഞാൻ അവിശ്വസത കാണിച്ചില്ല. പക്ഷേ അത് എന്നെ തെരഞ്ഞെടുത്ത, എനിക്ക് സ്വപ്നം തന്ന എന്റെ കർത്താവിന് അറിയാം. അറിയത്തില്ലേ? അറിയാം, അറിയാം, അല്ലേ? ജൂഡാബാൻ അറിയിക്കബൻ അവിശ്വസത ജോലി മേഖലകളിലും നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നാം കേട്ട നിന്ദകൾ ഭയങ്കരമാണ്, അപമാനങ്ങളും ഭയങ്കരമാണ്. പക്ഷേ അവിടെയും വിശ്വസ്തയോടെ നിന്നെങ്കിൽ കർത്താവ് പറയും, മക്കളെ, ഓ റിബാനകശം, നിന്നെ നീ കണ്ട സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വരാൻ പോവാ. ആമെ, പാനപാത്രവാഹൻ മറക്കും, അതൊക്കെ മറന്നെന്ന് വന്നേക്കാ. സൗഹൃദ കൂട്ടുകാര് മറന്നെന്ന് വന്നേക്കാ, മറ്റുള്ളവരൊക്കെ മറന്നെന്ന് വന്നേക്കാ. പക്ഷേ കർത്താവ് പറയുന്നു, നാം അനുഗ്രഹിക്കപ്പെടും, നാം ഉപയോഗിക്കപ്പെടും, നാം മാനിക്കപ്പെടും. ആമേ, നമ്മുടെ അവസ്ഥകൾ മാറും. ഒരാത്മീയ ജീവിതത്തിൽ സ്വഭാവം നമ്മളിൽ ദൈവാത്മ വ്യക്തമായി പറയുന്നു, നാം അനുഗ്രഹിക്കപ്പെടാം. നമ്മുടെ നാവ് കൊണ്ട് പറയണം, നമ്മുടെ നാവ് കൊണ്ട് പറയണം. നമ്മൾ ആമേ സ്തോത്ര നെഗറ്റീവ് എന്ന് പറഞ്ഞിരിക്കാതെ നമ്മൾ പറഞ്ഞു തുടങ്ങ്, ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ ഉപയോഗിക്കപ്പെടും, ഞാൻ മാനിക്കപ്പെടും, എന്റെ മിനിസ്ട്രി വർദ്ധിക്കും, എന്റെ സഭ വർദ്ധിക്കും, എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. യെസ്, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരും. ഒരാത്മീയ ജീവിതത്തിന്റെ സ്വഭാവം നമ്മളിലുണ്ടോ? ഉണ്ടോ? പറഞ്ഞു. നമ്മൾ പറയും, സാഹചര്യം എതിരായുമ്പോഴും പിടിച്ചു നിൽക്കാൻ കർത്താവേ എനിക്ക് കൃപ തരണം. ഓ റബശംദുനെ, കർത്താവ് തന്ന ദൂത് സാഹചര്യങ്ങളെ കീഴടക്കുന്നത്. ആവശ്യത്തോടെ ദൂത് കേട്ടു സ്വീകരിച്ചു, ആവശ്യത്തോടെ വചനം കേട്ടു സ്വീകരിച്ചു. പക്ഷെ ആയുസില്ലാതെ മനസ്സുകൊണ്ട് തളർന്നെങ്കിൽ കർത്താവ് പറയുന്നു, അത് പാറസ്ഥലമാണെന്ന്. ഇത് പാറസ്ഥലമാണ്. ഒന്ന് മുളച്ചു, വേഗത്തിൽ ഉണങ്ങിപ്പോയി. ശുശ്രൂഷയിൽ എഴുന്നേറ്റു, പക്ഷെ ഏറെ നാൾ പോയില്ല. ആ ജോലി കിട്ടി, പെട്ടെന്ന് മുമ്പോട്ട് പോയില്ല. ബിസിനസ് തകർന്നു. സ്തോത്രം. ആമേ, ഒറ്റ കാര്യം, നാം പാറസ്ഥലമല്ല. പറ. മുളച്ചു വന്നു, ശക്തിപ്പെട്ടു, ബലപ്പെട്ടു, പക്ഷെ പെട്ടെന്ന് പാടിപ്പോയി. നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ കണ്ടതാ. പക്ഷെ ഞാൻ ബാലനെന്ന് നീ പറയരുത്. നാട്ടുകാരൻ ആമേ നിന്നെ കുറിച്ച് പറയുന്നതല്ല വിഷയം. നീ നിന്നെ കുറിച്ച് പറയരുത്. നാട്ടുകാരെന്തും പറഞ്ഞോട്ടെ, പക്ഷെ നീ നിന്നെ കുറിച്ച് പറയരുത്. ആമേൻ, സ്തോത്രം. പറയരുത് ഞാൻ ബാലനാണെന്ന്. ഓ ദാഗാബ ശംധുരാധന, ഞാൻ കഴിവില്ലാത്തതെന്ന് പറയരുത്, എനിക്ക് യോഗ്യതയില്ലെന്ന് പറയരുത്. കർത്താവ് നമ്മെ കാണുന്നത് പോലെ ആമേ നാം നമ്മെ കാണാൻ തയ്യാറാകുക. വിക്കനെന്ന് പറയരുത്, ബാലനെന്ന് പറയരുത്. നമുക്ക് ചോദിക്കാം, നമ്മൾ പാറസ്ഥലമാണോ? മീറ്റിംഗിൽ വരുമ്പോ ദൂത് കേൾക്കുമ്പോ പെട്ടെന്ന് ആരാധിച്ച് വേഗത്തിൽ അണയുന്ന പാറസ്ഥലമാണോ? എവിടെയാ തകരാറ്? വിതച്ചവന് സ്വപ്നമുണ്ട്. എന്താ വിതച്ചവന്റെ സ്വപ്നം? എന്താ? 100 മേനി. വിതച്ചവന്റെ സ്വപ്നം 100 മേനിയാ. ആ 100 മേനി നമ്മൾ വിളയണം. കർത്താവർദ്ധ ഫലം പുറപ്പെടുവിക്കുക. ചുടവനാറികത്തുരാധന. എല്ലാവരും നഗരങ്ങളെ ചലിപ്പിച്ചിട്ട് പറ, കർത്താവേ, ശത്രു അപകരിച്ചു കൊണ്ട് പോകരുത്. ആമേ, പാറസ്ഥലം ഞങ്ങൾ ചൂടേറ്റ് തകർന്നു പോകരുത്. മണ്ണിന് ആഴമില്ലാതെ ഞങ്ങൾ തകർന്നു പോകരുത്. ഞങ്ങൾക്ക് ബലം വേണം, ഞങ്ങൾക്ക് ശക്തി വേണം, ഞങ്ങൾക്ക് ദൈവകൃപ വേണം. ഒന്ന് അതരം തുറക്കാവോ? അതരം ചലിപ്പിക്കാവോ? അതരം ചലിപ്പിച്ചുകൊണ്ട് പറ, അടബാര കസ്തിക്കബല ഘടകതുന അജിമോൾ. ഏറ്റെടുക്കാവോ? ഏറ്റെടുക്കാവോ? ഇന്ന് നീ ഞെരുങ്ങുന്ന അനുഭവമല്ലേ? നീ മുള്ളുകളുടെ കിടന്ന് ഞെരുങ്ങുവല്ലേ? മക്കളെ, ഞെരുങ്ങുവാ. നീ ഞെരുങ്ങിക്കൊണ്ടിരിക്കുക. നിനക്ക് പുറത്തു വരാൻ കഴിയും, നിന്നെ ഞെരുക്കുക. പാറസ്ഥലം പോലെ നീ ചൂടായി, നീ തകർന്നു പോകുക. ആമെ, കിളിർത്തു വരാൻ പറ്റുന്നില്ല. ആ മനസ്സിൽ ഒത്തിരി ആഗ്രഹമുണ്ട്, പ്രതീക്ഷകളുണ്ട്, പ്രതീക്ഷയ്ക്കൊത്ത് നീങ്ങാൻ പറ്റുന്നില്ല. നീ ക്ഷീണിച്ചു പോകുക. ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചു കൊടുക്കാവോ? യേശുവിന്റെ നാമത്തിൽ അതരം ചലിപ്പിച്ച് നീ ഏൽപ്പിച്ചു കൊടുക്കമ്മ.
കർത്താവ് നിന്നെ തൊടാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ റീഖവന ഹസ്തുരാധന. നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ പലതും നഷ്ടപ്പെട്ടു പോയി, കർത്താവ് തരാൻ പോവുക. ജീവിതത്തിൽ എവിടേക്ക് ഉടർച്ചലുകൾ വന്നു, കർത്താവ് മടക്കി തരും. യേശുവിന്റെ സന്നിധിയിൽ നീ കരഞ്ഞൊരു കരച്ചിലുണ്ട്. കർത്താവെ, ആരുടെ മുന്നിൽ എന്നെ കൈ നീട്ടാൻ വിടല്ലേന്ന്, ആരുടെ മുന്നിൽ എന്നെ നിന്നയാക്കാൻ വിടല്ലേന്ന് നീ കരഞ്ഞില്ലേ? കരഞ്ഞു. പക്ഷെ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവരെ കാരണം. പക്ഷെ എന്റെ കരം ശൂന്യമാണ്. കർത്താവ് നിറയ്ക്കാൻ പോവാ. വാടിപ്പോകുന്ന പാറസ്ഥലമാണെങ്കിൽ എങ്ങനെ നന്മ കിട്ടും? പാടിപ്പോകുന്ന മണ്ണില്ല, ആഴത്തിലേക്ക് പോകാൻ പറ്റാതെ പോയാൽ എങ്ങനെ ഫലം കിട്ടും? കർത്താവ് പറയുന്നു, സ്തോത്രം, നീ കർത്താവിന് വേണ്ടി ശക്തിയോടെ നിന്നുകൊണ്ട് വഴികരികായി മാറാതെ നല്ല സ്ഥലമായി മാറും. പ്രാർത്ഥിക്കാൻ പോവാ. ചെറുത് മുള്ളിനിടയിൽ വീണു, അത് മുളച്ചു വന്നു, നന്നായിട്ട് മുളച്ചു വന്നു. കാലപ്പഴക്കത്തിൽ മുള്ളുകൾ അനഞ്ഞിരിക്കി. ഈ ലോകമാകുന്ന ക്ലേശങ്ങൾ അവിടെ അങ്ങനെ വിശദീകരിച്ചിരിക്കുന്നേ. ക്ലേശങ്ങൾ, ഈ ലോകത്തിന്റെ ചിന്തകൾ, ജീവിതത്തിൻ്റെതായ അനുഭവങ്ങളിൽ അതിനെ ഞെരുക്കും. അപ്പൊ ആ ദൂതിനെ ഞെരുക്കുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിച്ചില്ല. സത്യത്തിൽ സാത്താൻ എന്ന പ്രയോഗം വഴിയരികെ അവിടെ മാത്രമേ വന്നിട്ടുള്ളൂ, അല്ലേ? അത് വഴികരികെ വീണ് പറവ കൊത്തിക്കൊണ്ടുപോയി. പിന്നീടെല്ലാം നമ്മൾ കാണുന്നത് അവിടെ മുളച്ചു വന്നു, പക്ഷെ അതിനെ തകർത്തു. അതെ, ഒറ്റ കാര്യം, ലക്ഷങ്ങൾ പിറുപിറുക്കുമ്പോഴും ദൈവത്തിന് വേണ്ടത് മോശയുടെ നീതിയാണ്. നാം എങ്ങനെ നിൽക്കുന്നു എന്ന് എന്റെ ദൈവത്തിന് അറിയണം. നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു എന്ന് ദൈവത്തിന് അറിയണം. ആരൊക്കെ എന്തൊക്കെ പറയുന്നത് അതെന്റെ ദൈവത്തിന് വിഷയമല്ല. നീ എങ്ങനെ ആകുന്നു, നീ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ വിഷയം. പർവ്വതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നടുവിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൂത് കേട്ട മോശയും ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അടുത്തുപോലും വരാത്ത അഹരോനും തമ്മിൽ എന്റെ ദൈവത്തിന് വ്യത്യാസമുണ്ടോ? ഉണ്ട്. ദൈവ സന്നിധിയിൽ വരാത്ത, ദൈവ സാന്നിധ്യത്തിന്റെ അടുത്തുപോലും എത്താത്ത അഹരോനും ദൈവ സാന്നിധ്യത്തിന്റെ നടുവിൽ നിൽക്കുന്ന മോശയും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. താഴ്വര നിൽക്കുന്ന അഹരോൻ എന്ത് ചെയ്തു? അത് ദൈവത്തിന് വിഷയമല്ല, അത് വിഷയമല്ല. പക്ഷെ ദൈവ സാന്നിധ്യത്തിൽ ഇരുന്ന മോശ എങ്ങനെ പെരുമാറുന്നു, അതാണ് ദൈവത്തിന് വിഷയം. നീ ചോദിച്ചില്ലേ അവർക്കെന്തോ ഒരു പ്രശ്നമില്ലാത്ത? അവർ പ്രാർത്ഥിക്കുന്നില്ല, അവർ ഉപവസിക്കുന്നില്ല, അവർ പ്രാർത്ഥനയ്ക്കൊന്നും പോകത്തില്ല, അവർ ദൈവത്തിന് വേണ്ടി ഒന്നും കൊടുക്കത്തില്ല, ദൈവവേലയ്ക്കൊന്നും സഹായിക്കത്തില്ല. അവർക്കെന്താ പ്രശ്നമില്ലാത്ത? എനിക്ക് മാത്രം എന്താ പ്രശ്നം? എനിക്ക് ഇത്ര വിഷയം എന്താ? അവരും ചോദിച്ചില്ലേ നീ ഇത്രയും പ്രാർത്ഥിക്കാൻ പോയിട്ട് നിനക്ക് എന്ത് കിട്ടി? ഞങ്ങളെ കണ്ടുപിടിക്കും. ചോദിച്ചില്ലേ? ചോദിച്ചെന്നേ. പക്ഷേ അഹരോനെ, നീ ദൈവസ്ഥാനത്തിന് നടുവിലല്ല നിൽക്കുന്നത്. നിനക്ക് പ്രശ്നമല്ല, ദൈവത്തിന് വിഷയമല്ല. പക്ഷെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന മോശ പെരുമാറുന്നത് അത് ദൈവത്തിന് വിഷയമാണ്. ഹസ്തുരാധന, അത് ദൈവത്തിന് വിഷയമാ. 2 വർഷം കത്തിയിട്ട് അണഞ്ഞു പോകുന്നവനെ അല്ല ദൈവത്തിന് വേണ്ടുന്നത്. 2 വർഷം കത്തി, 2 വർഷം ശക്തിയോടെ നിന്നു, 2 വർഷം മിനിസ്ട്രി ചെയ്തു, അല്ലെങ്കിൽ 4 വർഷം ശക്തമായി പ്രസംഗിച്ചു, അല്ലെങ്കിൽ ശക്തമായി ജോലി ചെയ്തു, ബിസിനസ് വളർത്തിക്കൊണ്ടുവന്നു. പെട്ടെന്ന് അണഞ്ഞു പോകുന്ന, ക്ഷീണിച്ചു പോകുന്നവനെ അല്ല കർത്താവ്. സ്വതന്ത്രം. അന്ന് ഭയങ്കര ആരാധനയും പ്രാർത്ഥനയും പാട്ടും അഭിഷേകവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് പറ, എന്റെ ഹൃദയത്തെ ഞെരുക്കരുത്, ഞാൻ ക്ഷീണിച്ചു പോകരുത്. നാം നല്ല നിലത്ത് വീണവർ ആയിരിക്കണം. അത് 60, 30, 60, 100 മേനിയായി വിളഞ്ഞ് അത് നമ്മൾ നമ്മൾ കണക്കൂട്ടുന്ന സംഭവമല്ല. ദൈവത്തിന്റെ പ്ലാൻ നമ്മെ കുറിച്ച് ദൈവത്തിന്റെ ഒരു കണക്കൂട്ടലുണ്ട്. നമുക്ക് എതിരെയുള്ള മനുഷ്യന്റെ കണക്കൂട്ടലുകൾ തെറ്റും, പക്ഷെ ദൈവത്തിന്റെ കണക്കൂട്ടൽ തെറ്റത്തില്ല. ഇനി പറ, മനുഷ്യന്റെ കണക്കൂട്ടൽ തെറ്റും, ദൈവത്തിന്റെ കണക്കൂട്ടൽ തെറ്റത്തില്ല. ഇനി പറ, നാം വഴികരികാണോ, അതോ പാറസ്ഥലമാണോ, അതോ മുള്ളിനിടയിൽ വീണതാണോ? അല്ല, നല്ല നിലമാണ്. പറമക്കളെ, ഞാൻ നല്ല നിലമാ. സ്തോത്രം.
ആമേൻ. സ്തോത്രം. എവർലാസ്റ്റിംഗ് കിങ്ഡം എന്ന് പറഞ്ഞിട്ട് ഒരു ദൈവദാസി ഞാൻ കാണുന്നുണ്ട്. കർത്താവിന്റെ ദാസി ഞാൻ കാണുന്നുണ്ട്. മക്കളെ, ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, നീ ഒരു എസ്തേറാ. നീ ഇടിവിൽ നിൽക്കാൻ കണ്ടവളാ. നിന്നെ ഇടിവിൽ നിൽക്കാനാ വിളിച്ചേ. പലപ്പോഴും നീ ചോദിച്ച എനിക്ക് യോഗ്യതയുണ്ടോ, എന്നെ കൊണ്ട് അത് കഴിയുമോ, പറ്റുമോ? ഞാൻ എല്ലാവർക്കും ഞാൻ ആശ്വാസമായി നിൽക്കാം. പക്ഷെ കർത്താവ് എന്നോട് പറയും, നിനക്ക് ഭയങ്കര ഒരു ശുശ്രൂഷയുണ്ടെന്ന്. എനിക്ക് പേരറിയത്തില്ല, പക്ഷെ കർത്താവ് പറയും, നിനക്ക് ഭയങ്കര ഒരു ശുശ്രൂഷയുണ്ട്. നീ ഒത്തിരി വേദനകൾ സഹിച്ചിട്ടുണ്ട്, ഒറ്റപ്പെടുത്തലുകൾ, വേർതിരിവുകൾ സഹിച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു, ആമേൻ, നിന്റെ അടുക്കലേക്ക് എല്ലാവരെയും കൂട്ടിവരുത്തും. നീ അവരെ ചേർത്ത് പിടിക്കണം. ഉടമനാ, മനുഷ്യന്റെ കണക്കൂട്ടിൽ തെറ്റിപ്പോകും. ആമേൻ. നിന്നെ എത്തിക്കേണ്ട ചില രാജ്യങ്ങൾ നിന്നെ അവിടെ വെച്ച് വളർത്തും. അടനാർഗത്തുരിയെ വളർത്തി അവിടെ നിന്ന് ശുശ്രൂഷ ആരംഭിക്കും. ആ ശുശ്രൂഷകൾ ശക്തമായി മാറും. ആ ശുശ്രൂഷയുടെ അതിരുകളെ വിശാലമാക്കും. ദൈവത്തിന്റെ കണക്കൂട്ടിൽ വെളിപ്പെട്ടു വരാൻ പോവുക. ദൈവത്തിന്റെ കണക്കൂട്ടിൽ വെളിപ്പെടാൻ പോവുക. ആമേൻ. നീ ചോദിച്ചതും നീ കരഞ്ഞതും മറ്റ് ജനത്തിന്റെ വിടുതലിന് വേണ്ടിയല്ലേ? മറ്റ് ജനത്തിന്റെ വിടുതലിന് വേണ്ടിയാണോ നീ കരഞ്ഞത്? ഓ റീക്ക വന ഹസ്തുരി കവാന ഗച്ഛ ബൈഡകം ദുരീകബല അടന റിഗത്തുരാധന. ആമേൻ. നിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചവർ, നിന്റെ അടുക്കൽ വന്ന് പ്രസംഗം കേട്ടവർ, നിന്റെ അടുക്കൽ വന്ന് വിടുതൽ പ്രാപിച്ചവർ, പലരും നിന്നെ വിട്ടേച്ചു പോയി, പലരും നിന്നിൽ നിന്ന് മാറിപ്പോയി. പക്ഷെ കർത്താവ് മറന്നിട്ടില്ലേ? കർത്താവ് മാറിപ്പോകത്തില്ല. ഉടമറിയാൻ ആരെ പ്രസാദിപ്പിക്കാനും നിന്നിൽ നിന്ന് വിട്ടുപോയാലും നാളെ മടക്കി വരുത്തുമെന്ന് ദൈവോത്തം പറയും. സ്തോത്രം. കർത്താവിന്റെ കരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇനി പറ, എന്നാ വഴികരിക്കണോ? അല്ല, ഞാൻ ആമേൻ ദൈവത്തിന്റെ വാഗ്ദത്തം, ആമേൻ, വാഗ്ദത്തിന്റെ അവകാശം പ്രാപിച്ചവരാ, ദൈവശക്തി പ്രാപിച്ചവരാ, ദൈവത്തിന്റെ കൃപ നമ്മൾ ഏറ്റെടുത്തവരാ. ഓ റബ ശംതുരാധന. ഈ ഉപമ ഗ്രഹിക്കുന്നില്ലെങ്കിൽ മറ്റു ഉപമകൾ എങ്ങനെ ഗ്രഹിക്കും? നമ്മളെ കുറിച്ച് നമ്മുടെ ദൈവത്തിന് അബദ്ധം പറ്റത്തില്ല. പറ്റുമോ മീന? ഇല്ല. പറ്റുമോ രാജി? ഇല്ല. നമ്മെ കുറിച്ച് നമ്മുടെ ദൈവത്തിന് അബദ്ധം പറ്റത്തില്ല. സ്തോത്രം. റോസമാൻഡി, പറ്റുമോ? അബദ്ധം പറ്റത്തില്ല. സ്തോത്രം. ഈ വചനം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഞങ്ങൾക്ക് ആമേൻ സ്തോത്രം, അബദ്ധം, ഞങ്ങളുടെ ജീവിതത്തിൽ പരാജയം, ഞങ്ങളുടെ ജീവിതത്തിലെ മുള്ളുകൾ, ഞങ്ങളുടെ ജീവിതത്തിലെ പറവകൾ ഇതിനെ തകർത്തുകൊണ്ട് ഊടവൻ അറികത്തുരാധന ഘടക മുന്നോട്ട് പോകാൻ ദൈവശക്തി ഞങ്ങളുടെ മേൽ പകരണമേ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, ദൈവം വിതച്ച വിത്തിനെ സാത്താൻ കവരുമോ? ഒറ്റ ചോദ്യം അതാണ്. ദൈവം വിതച്ച വിത്തിനെ സാത്താൻ കവരുമോ? സ്തോത്രം. പരിശുദ്ധാത്മ പറയുന്നു, വീണത് നല്ല സ്ഥലത്താണെങ്കിൽ സാത്താൻ കവർന്നു പോകത്തില്ല. നമ്മളെല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ അധരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് എത്ര പേര് സ്തോത്രം പറഞ്ഞു തുടങ്ങും? എത്ര പേര് സ്തോത്രം പറഞ്ഞു? അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷയിൽ, അല്ലാത്തവര് സ്തോത്രം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. സ്തോത്രം പറഞ്ഞോട്ടെ. ആമേൻ. കർത്താവ് പറയുന്നു, നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇറങ്ങുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നീ ഇരിക്കുന്ന സ്ഥാനത്ത് ഇറങ്ങുന്ന ദൈവ സാന്നിധ്യമുണ്ട്. ആമേൻ. കർത്താവ് പറയുന്നു, ഏലിയാവ് പറഞ്ഞു, ഏലിയാവിനോട് ദൈവം പറഞ്ഞു, ഏലിയാവേ, ഞാൻ തീ കൊണ്ടല്ല ഞാൻ അത്ഭുതം ചെയ്യുന്നേ, ഞാൻ കൊടുങ്കാറ്റ് കൊണ്ടല്ല ഞാൻ അത്ഭുതം ചെയ്യുന്നേ, ആമേൻ ഭൂകമ്പം കൊണ്ടല്ല അത്ഭുതം ചെയ്യുന്നേ. ഏലിയാവേ, ഞാൻ നിന്നിലൂടെ അത്ഭുതം ചെയ്യാൻ പോകുന്നേ, ഞാൻ നിന്നിലൂടെ അത്ഭുതം ചെയ്യാൻ പോകുന്നേ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പറ, കർത്താവ് എന്നിലൂടെ ദേവദാസന്മാർ പറ, എന്നിലൂടെ മക്കളെ. ഓ റാക്കാവാന, നിന്നിലൂടെ ചില അത്ഭുതം ചെയ്യാൻ പോവാ. ഈസബേലിന്റെ തന്ത്രങ്ങളെ തകർക്കുക, ഈസബേലിന്റെ ശക്തിയെ തകർക്കുക, ആഗാബിന്റെ രഥത്തെ ഉടയ്ക്ക ദൈവശക്തി. അതിന് മുമ്പേ ഉള്ള പവർ. കരങ്ങളെ അടിച്ചുകൊണ്ട് ആദരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് പറ, ആ ശക്തി എന്റെ മേൽ പകർന്റെ അഭിജത്ത് ഏറ്റെടുത്തവനെ, ആ ദൈവശക്തി ഏറ്റെടുക്കുക, ആ ദൈവകൃപ ഏറ്റെടുക്കുക, ആ ദൈവത്തിന്റെ ആത്മപ്പാടുകൾ ഏറ്റെടുക്കുക. അടരാറകത്തുരാധന, ആത്മാവിന്റെ പകർച്ച വെളിപ്പെടട്ടെ, ദൈവസാന്നിധ്യം വെളിപ്പെടട്ടെ. ദുഷ്ടശക്തികൾ തകർക്കുവാൻ വെല്ലുവിളിക്കുമ്പോൾ ദൈവാത്മ പറയുന്നു, ഏതൊക്കെ അമ്പുകൾ എഴുതി വിട്ടാല് നീ പകർന്നിരിക്കുന്ന അഭിഷേകം
അവൻ സീരിയസ്ലി ഏറ്റെടുക്കും. മക്കളെ ശക്തമായി ഏറ്റെടുക്ക. നീ ഇരിപ്പെടുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. യേശുവിന്റെ നാമത്തിൽ എനിക്ക് അനുകൂലമായി ആരുമില്ല, എനിക്ക് അനുകൂലമായി ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കരുതുവാൻ ആരുമില്ല. എന്റെ നന്മ മാത്രം പലരും ആഗ്രഹിക്കുമ്പോൾ എന്നെ ഒന്ന് സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരുമില്ല. ഒന്ന് പൊട്ടിക്കരഞ്ഞോ മക്കളെ, നീ കര. നിന്റെ ഹൃദയത്തിന്റെ വേദന പൊട്ടിമാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ശക്തിയോടെ ശക്തമായി 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 ഏറ്റെടുത്ത മക്കളെ. ശക്തമായി അഭിഷേകത്തിന്റെ ശക്തി, ആ ദർശന, ആ വെളിപ്പാട് പ്രാപിക്കട്ടെ. ആത്മ ഉണർവ്, ആത്മാവിന്റെ സാന്നിധ്യം. ആത്മാവിന്റെ സാന്നിധ്യ. സമയം പോയെന്ന് എനിക്കറിയാം, പക്ഷെ കർത്താവ് തൊട്ടോണ്ടിരിക്കുക. ചിലരെ രോഗികൾ സൗഖ്യമാകാൻ പോവുക. 1-ാം ദിവസം തന്നെ ദൈവാത്മ പറയുന്നു, ആന്തരിക സൗഖ്യം വെളിപ്പെടാൻ പോവുക. ആന്തരിക സൗഖ്യം രാജ്യാന്റി ഏറ്റെടുക്കുക. ഏറ്റെടുക്കും മക്കളെ. എല്ലാവരും രോഗികളെ ഭാരപ്പെടുന്ന പലര് ആന്തരിക സൗഖ്യം നിന്റെ ശരീരത്തെ തൊടാൻ പോവുക. നിന്റെ ശരീരത്തെ തൊടാൻ പോവുക. അസ്ഥി വേദന മാറട്ടെ, രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, അസാധാരണ ദൈവശക്തി ഏറ്റെടുക്കട്ടെ. അസാധാരണ ദൈവസാന്നിധ്യം ഇറങ്ങുക. ഈ മീറ്റിംഗിനകത്ത് അത്ഭുതത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുക. ദൈവാത്മാവിനെ ദൈവത്തിന് വേണ്ടി രാജി ഏറ്റെടുത്തോ, രാജാജി ശക്തമായി ഏറ്റെടുത്തോ. ആ റൂമിനകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി. കർത്താവിന്റെ കരങ്ങൾ തന്നെ ജനത്തെ ഏൽപ്പിക്കുന്ന ദൈവസാന്നിധ്യം പ്രാപിക്കട്ടെ, പ്രവചിക്കട്ടെ, വെളിപ്പാടുകൾ പ്രാപിക്കട്ടെ, ദർശനം ഏറ്റെടുക്കട്ടെ. അഭിഷേകത്തിന്റെ പുതപ്പ്, അഭിഷേകത്തിന്റെ പുതപ്പ്, വചനത്തിന്റെ പുതപ്പ്, വെളിപ്പാടിന്റെ പുതപ്പ്, കൃപയുടെ പുതപ്പ്, ഇരട്ടി പങ്കിന്റെ പുതപ്പ്, അത് പ്രാപിക്കുക. അത് പ്രാപിച്ചെടുത്തു. ആ പുതപ്പത്തിന്റെ മേൽ വീഴുക. ആ പുതപ്പ് വീണാൽ നീ ശക്തമായി ഇരട്ടി പങ്കോടെ ചാടി എഴുന്നേൽക്കാൻ പോവുക. നീ ചാടി എഴുന്നേൽക്കാൻ പോവുക. ഇരട്ടി പങ്കോടെ നീ ചാടി എഴുന്നേൽക്കാൻ പോവുക. ആ ദൈവകൃപ നീ ഏറ്റെടുത്ത് എഴുന്നേൽക്കട്ടെ. ദൈവശക്തി എടുത്ത് എഴുന്നേൽക്കട്ടെ. ആത്മാവിന്റെ പകർച്ച ഇതിനകത്ത് വ്യാപരിക്കുക. ആത്മപകർച്ച വ്യാപരിക്കുക. ആത്മസാന്നിധ്യം വ്യാപരിക്കുക. കർത്താവേ, തന്റെ അഭിഷക്തനെ, തന്റെ കർത്താവേ ദാസനെ, ഈ കർത്താവെ സഭ, ഈ മിനിസ്ട്രിയെ, ഇന്ന് മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുപ്പച്ച, ശത്രു കൊത്തി പറന്നു പോകുന്ന ഒരു വഴികരികല്ല ഞങ്ങൾ. സ്തോത്രം. മുളച്ചു വന്നു, പക്ഷെ ഫലം പുറപ്പെടുവിക്കാതെ ചൂടേറ്റ് കരിഞ്ഞു പോകുന്ന ഒരു പാറസ്ഥലമല്ല ഞങ്ങൾ. നന്നായി കിളിച്ചു വന്നു, മുള്ളുകളവനെ ഞെരുക്കിക്കളഞ്ഞു. ലോകം ഞെരുക്കുന്ന മുള്ളുകളല്ല ഞങ്ങൾ. പക്ഷേ നല്ല നിലത്ത് വീണ 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന സ്തോത്രം വിത്തുകളാക്കി വചനത്തിന്റെ ശക്തി പ്രാപിച്ച് ക്രിസ്തുവിന് വേണ്ടി വിളങ്ങുവാൻ, ശോഭിപ്പാൻ ദൈവവേല ശക്തരാക്കി